പണ്ട് വായിക്കുന്നതിനേക്കാളും കൂടുതലായി ഞാനിപ്പോൾ വായിക്കുന്നു എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയുകയാണ്. അതിൽ സത്യമായി പ്രേംരാജിന്റെ 3-4 പുസ്തകങ്ങൾ, 5ഓളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വായന എന്നെ കൂടുതൽ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം റീഡബിലിറ്റി എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം തന്നെയാണ്. പ്രേംരാജിന്റെ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. പേജുകൾ മറിച്ചാൽ വീണ്ടും അടുത്ത പേജിലോട്ട് പോകാൻ തോന്നിക്കും എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. പ്രേംരാജിന്റെ പുസ്തക ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സഹോദര തുല്യനായ പ്രേമിനോട് നന്ദിയുണ്ട്. എൻ്റെ കടപ്പാടും അറിയിക്കുന്നു. പ്രേമിന്റെ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന പുസ്തകം ഞാൻ മുഴുവനും വായിച്ചു. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഒരു മാന്ത്രിക നോവൽ ഒരുപക്ഷെ സാധാരണ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് ഒരിക്കലും എഴുതാൻ കഴിയില്ല. അതൊരു എഴുത്തിന്റെ മാന്ത്രികത തന്നെയാണ്. അതൊരു സാഹസികമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു മാന്ത്രിക നോവലിലെ ചിന്തകൾ അല്ലെങ്കിൽ അതിൽ തൊട്ടുപോകുന്ന കാര്യങ്ങൾ നമ്മുടെ സാധാരണ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് പോകാറുണ്ട്. അത് വായനക്കാരനെ വിരസമാക്കാതെ കൈപിടിച്ച് കൂടെ നടത്താൻ പ്രേമിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം മുഴുവനും ഞാൻ വായിച്ചു. ലളിതമായ ഭാഷയാണെങ്കിലും ഒരു രാജ്യത്തിന്റെ ഒരു വിദേശ രാജ്യത്തിന്റെ സംസ്കാരവും അവിടുത്തെ ആളുകളുടെ ജീവിത രീതികളും അവർ പിന്തുടരുന്ന ചില കാര്യങ്ങളും ഒക്കെ വ്യക്തമായി എഴുതുമ്പോൾ അറിവും വിസ്മയവും ഒരുമിച്ച് പകർന്നു തന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രേമിനെ കുറിച്ച് പറയുമ്പോൾ ആണെങ്കിൽ എല്ലാ മേഖലകളിലും കൈവച്ച് വിജയിപ്പിച്ച ഒരാളായിട്ടാണ് ഞാൻ പ്രേമിനെ കാണുന്നത്. വളരെ അത്ഭുതത്തോടുകൂടി പ്രേമിന്റെ ആ ഒരു കഴിവിനെ, ആ പ്രതിഭയെ ഞാൻ നോക്കിക്കാണുന്നുണ്ട്. ഇനിയും പ്രേമിന് പുതിയ പുതിയ പുസ്തകങ്ങൾ എഴുതാനും നമുക്കെല്ലാവർക്കും ആ പ്രകാശന ചടങ്ങുകളിൽ പങ്കെടുക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഞാനിവിടെ പ്രസംഗിക്കുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ മിതമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടുവന്നത് വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇന്നൊരു വായനാ ദിനമായതുകൊണ്ട് ഞാൻ വായനയെപ്പറ്റി കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ വിചാരിക്കുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ മലയാള ഭാഷയിലെ ഏറ്റവും അറിയപ്പെടുന്ന നിരൂപകരാണ് ശ്രീ കുട്ടികൃഷ്ണമാരാർ. അദ്ദേഹത്തിന് 2 ഭാഷകളെ നല്ലപോലെ വശമുണ്ടായിരുന്നുള്ളൂ, മലയാളവും സംസ്കൃതവും. ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനും അങ്ങനെയുള്ള ഭാഷകളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ആലപ്പാട് നാരായണ മേനോൻ ഫ്രഞ്ച് ഭാഷയിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രശസ്തമായ നോവൽ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ തർജ്ജമ. വളരെ ഔത്സുക്യത്തോടെ ഈ പുസ്തകം വായിച്ച കുട്ടികൃഷ്ണമാരാർ അതിനെപ്പറ്റി, ആ അനുഭവത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ വായിക്കുന്നത് പോലെ വിളക്ക് കത്തിച്ചു വെച്ച് വായിക്കേണ്ട ഒരു പുസ്തകമാണ് പാവങ്ങൾ. ഈ ഒരൊറ്റ ഒരു അനുഭവത്തിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് വായനയെ മനുഷ്യനെ എത്രത്തോളം ഉയർത്താൻ പറ്റുന്ന ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിയും എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എല്ലാ ആളുകളും വായനയുടെ ഈ കാലത്ത് പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കുക, അറ്റ്ലീസ്റ്റ് ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി പ്രേംരാജിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ പറ്റി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ എഴുതിക്കൊണ്ട് വന്ന സംഗതികൾ 2 മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല, വായിക്കാം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. എൻ്റെ പ്രിയ സുഹൃത്ത് പ്രേംരാജിൻ്റെ ഒരു സുന്ദരൻ പുസ്തകം കൂടി പ്രകാശനം ചെയ്യപ്പെടുന്നു. പ്രേംരാജിനെ പറ്റി ഓർമ്മിക്കുമ്പോഴൊക്കെ എനിക്ക് വിനയൻ എന്ന സംവിധായകൻ്റെ അതിശയൻ എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. ആകാശത്തോളം ഉയരത്തിലുടർന്ന ഒരു കൗമാരക്കാരനെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. പ്രേംരാജും അതുപോലെയാണ്, ആകാശം കൊണ്ട് വളർന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഒരു കൗമാരക്കാരൻ്റെ കൗതുകവും ഔത്സുക്യവും നിറഞ്ഞ കണ്ണുകൾ കൊണ്ടാണ് അദ്ദേഹം മനുഷ്യ ജീവിതത്തെയും അവയുടെ കേദാരഭൂമിയായ ഈ ലോകത്തെയും നോക്കിക്കാണുന്നത്.
അദ്ദേഹം വാരിക്കൂട്ടിയ അവാർഡുകളും പുരസ്കാരങ്ങളും എത്രയെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാസത്തിൽ ഒരു പുതിയ പുസ്തകം, ഒരു അർദ്ധവർഷത്തിൽ ഒരു പുരസ്കാരം, ഇതാണ് നമുക്ക് പരിചിതനായ പ്രേംരാജ്. അദ്ദേഹത്തിൻ്റെ ഭാവന തിളച്ചു മറിയുകയാണ്. ഒരു രസമായ കാര്യമായി പറഞ്ഞാൽ പ്രസവ വേദനയിലാണ് അദ്ദേഹം എപ്പോഴും. അത് എപ്പോൾ വേണമെങ്കിലും ഒരു പുതിയ പിറവിക്ക് കാരണമായേക്കാം. അത് നോവലാകാം, കഥയാകാം, ബാലസാഹിത്യവുമാകാം. കവിതയിൽ ഇതേവരെ അദ്ദേഹം കൈവച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്. ക്രൗഞ്ച ദ്വന്ദ്വ വിയോഗാർത്ഥ ശോക ശ്ലോകത്വം ആകത. കാമമോഹിതങ്ങളായിരുന്ന രണ്ട് ക്രൗഞ്ച പക്ഷികൾ, അതിലൊന്നിനെ ഒരു കാട്ടാളൻ അമ്പെയ്ത് കൊന്നു. ആ വിയോഗ ദുഃഖമാണ് വാൽമീകിയുടെ നാവിൽ നിന്ന് ആദ്യത്തെ ശ്ലോകമായി പുറത്തു വന്നത്. മാ നിഷാദ, അരുത് കാട്ടാള. സമൂഹത്തിൽ വിലസി നടക്കുന്ന കാട്ടാളക്കൂട്ടങ്ങളോടെല്ലാം പ്രേംരാജ് ശക്തിയായി പ്രതികരിക്കുന്നു. മാ നിഷാദ, അരുത് കാട്ടാള എന്ന്. നോവൽ, കഥ, ബാലസാഹിത്യം തുടങ്ങിയ മേഖലകളിലൊക്കെ കൈത്തിറക്കം വന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ് ഡോക്ടർ പ്രേംരാജ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയുണ്ട്. സാഹിത്യത്തിലെ ഒരു ബാലചന്ദ്ര മേനോനാണ് ശ്രീ പ്രേംരാജ്. ടൈറ്റിലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഓർമ്മയില്ലേ? കഥ, തിരക്കഥ, സംഭാഷണം, സംഗീതം, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, ഡയറക്ഷൻ എല്ലാം ബാലചന്ദ്ര മേനോൻ. അതുപോലെയാണ് പ്രേംരാജ്. മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ തന്നെ നോക്കുക. രചന മാത്രമല്ല, പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ സകല ചുമതലകളും അദ്ദേഹം സ്വയം നിർവഹിക്കുകയാണ്. DTP, ലേഔട്ട്, കവർ ഡിസൈൻ, ബാക്ക് പേജിലെ തുടങ്ങി എല്ലാം അദ്ദേഹം സ്വയം നിറവേറ്റുന്നു. പ്രസാധകരാൽ കബളിപ്പിക്കപ്പെടാതിരിക്കാനാണ് പ്രേംരാജ് സ്വയം പ്രസാധനം തുടങ്ങിയത്. മിടുക്കൻ, നല്ല കാര്യം. അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഡോക്ടർ തൊടുപുഴ ഒരു നാടക രചയിതാവും. എൻ്റെ തൊഴിൽ ഹോമിയോപ്പതി പ്രാക്ടീസ്, ഹോമിയോ ഡോക്ടർ. ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ ഞാനാണെന്നാണ് കരുതുന്നത്. 90 വയസ്സായി. ഇന്ന് ഇവിടെ വരുന്നതിൽ വളരെ സന്തോഷം. ഈ പ്രേമരാജ് എൻ്റെ കഥ വായിച്ചപ്പോൾ ഞാൻ അതിനകത്തൂടെ യാത്ര ചെയ്തു. ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് പോലെ ആ കഥ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ കഥയിലെ ചില പേരുകൾ മലയാളത്തിൽ ദഹിക്കുമെന്ന് തോന്നുന്നില്ല. ഈ കഥ വാസ്തവത്തിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കന്നഡയിലേക്കും മറ്റു ഭാഷകളിലേക്കൊക്കെ അത്ര വിശദമായിട്ട് നമ്മൾ സമൂഹത്തിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ നമുക്ക് ഇവിടെ വിശ്വാസികൾ കാണും. കൂടുതൽ വിശ്വാസികളാണെന്ന് എനിക്കറിയാം, അവിശ്വാസികളും കാണും. ഇതിൻ്റെ തുടക്കത്തിൽ ഈ ഒരു കഥയിലെ ഈ പല ആളുകളും ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. കൂടുതൽ പറയാനിരുന്നാൽ നിങ്ങളത് വായിക്കരുത്. ഞാൻ കഥയെല്ലാം കേട്ടത് നിങ്ങൾ വായിക്കാതിരിക്കും. അതുകൊണ്ട് ഈ കഥ വായിക്കാൻ വേണ്ടി, നിങ്ങൾ ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഥയിലേക്കൊന്നും അതിൽ കിടക്കുന്നത്. അത് ഒന്നൊരു പോയിന്റിൽ ഈ സർഗ എന്ന അതൊരു ഇൻട്രൊഡക്ഷനാണ്. സർഗയിൽ നിന്നും സ്ഥിതിയിൽ നിന്നും ലയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലെ ഒരു ഹീറോ എന്ന് പറയാൻ ഇവിടെ അനേകം കഥാപാത്രങ്ങളുണ്ട്. ഈ അനേകം കഥാപാത്രങ്ങളിലെ ഹീറോ എന്ന് പറയുന്നത് ഒരു ഏലസാണ്, ഒരു അമ്യുലറ്റ്, ഒരു രക്ഷാ കവചം. ആ കവചമാണ് ഈ പുസ്തകത്തിലെ ഹീറോ. ഈ പുസ്തകം അത് നമ്മൾക്ക് വേദകാലം പറയും. അതായത് നദീതട സംസ്കാരങ്ങൾക്കും 1500 ബിഫോർ ക്രൈസ്റ്റ് ആ കാലത്ത് തന്നെ മനുഷ്യകുലം ഈ ഏലസുകൾ ഉപയോഗിച്ചിരുന്നതെന്നാണ്
എഴുതപ്പെട്ടിരിക്കുന്നത്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഭൂമി ഉണ്ടായത് എങ്ങനെയാണ്, ജീവന്റെ പിന്നിൽ എന്താണ്, സൃഷ്ടി എന്താണത്, 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സോളാർ സിസ്റ്റം ഉണ്ടായെന്നും ഭൂമി ഉണ്ടായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതൊരാളിന്റെ പ്രേരണ മൂലം ഈ ലോകമാകെ സജീവമായി നിൽക്കുന്നു, എന്തോ ഒരു ശക്തി ഇതിന് പിന്നിൽ ഉണ്ടെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഉണ്ടാകാം. എന്താണെന്ന് വിവേകാനന്ദൻ പരമഹംസനോട് ചോദിച്ചോ പറഞ്ഞു, പാലിനകത്ത് നെയ്യുണ്ട്, അത് നിനക്ക് കാണാനാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മനനം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ശക്തി വരുന്നത്. ഐൻസ്റ്റീൻ എന്താണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞു God doesn't play dice with the cosmos എന്ന്. പക്ഷേ സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ദൈവഗണത്തെയാണ്. എന്താണ് ദൈവഗണം? അവർ പറഞ്ഞത് God doesn't play dice with cosmos പിന്നീട് പറഞ്ഞു God plays dice with the cosmos എന്നാണ്. അപ്പൊ ഈ ദൈവഗണം എന്താണ്? ഒരു നക്ഷത്രം ഒരു തമോഗർത്തത്തിലേക്ക് വീണു പോകും. അതായത് ഇതിന്റെ ശക്തിയെല്ലാം ക്ഷയിച്ച് പ്രകാശമെല്ലാം ക്ഷയിച്ച് തമോഗർത്തത്തിലേക്ക് വീണു പോകും. ആ തമോഗർത്തത്തിൽ വീണു പോകുന്ന നക്ഷത്രങ്ങളെ ആവാഹിച്ചെടുക്കും. പിന്നെ അതിന് പുറത്തു വരാൻ പറ്റില്ല. പക്ഷേ ചില നക്ഷത്രങ്ങൾ പുറത്തേക്ക് വരും. അതാണ് ഗോഡ്സ് മാറ്റർ. അത് നമ്മുടെ ശാസ്ത്രം, നമ്മുടെ ഉള്ളിലുള്ള ദൈവ ചൈതന്യം. ഇവിടെ പ്രേംരാജിന്റെ പുസ്തകം സഞ്ചരിക്കുന്നത് ഒരു ഏലസിന്റെ യാത്രയാണ്. നമ്മൾ മെക്സിക്കോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ലഹരിയുടെ സാമ്രാജ്യമുള്ള മെക്സിക്കോ എന്നാണ്. സിനലോല, കാർട്ടർ എന്ന് പറയുന്ന മാഫിയ സംഘങ്ങളുള്ള ഒരു മെക്സിക്കോയിലോട്ട് ആർക്കും പോകാൻ അത്ര താല്പര്യമില്ല. ആ മെക്സിക്കോയിൽ നിന്നാണ് പ്രേംരാജ് ഡോക്ടറേറ്റ് എടുത്തത്. അപ്പോൾ ഈ മെക്സിക്കോയിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അത് പുറം രാജ്യങ്ങൾ അവരുടെ ലഹരി മാഫിയ കേന്ദ്രമാക്കി മാറ്റിയതാണ്. അവർക്ക് നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നു. സംഗീതത്തിന്റെ, സംസ്കാരത്തിന്റെ, ഫുഡിന്റെ ഒക്കെ ഒരു വലിയ സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംസ്കാരത്തെ ഒന്ന് തൊട്ടു. മായൻ സംസ്കാരം, ഇൻകാ എംപയർ എന്നൊക്കെ പറയുന്ന അത് പഠിക്കുന്നത് പോലെ മായൻ സംസ്കാരത്തെ തൊട്ടു. ആ മായൻ സംസ്കാരവും ഭാരത സംസ്കാരവും തമ്മിൽ ചേർന്ന് കിടക്കുന്നു എന്ന് പ്രേംരാജ് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മായൻ സംസ്കാരത്തിലെ പല കഥാപാത്രങ്ങളും നമ്മുടെ സംസ്കാരം, നമ്മുടെ പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളുമായി ചേർന്ന് പോകുന്നുണ്ട്. ഇപ്പൊ കാബുൽക്കർ എന്ന ആ തക്ഷക സർപ്പം, അതൊക്കെ കോമ്പിനേഷനൊക്കെ നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാം. അപ്പൊ ഈ തുടക്കം ഗംഭീരമാണ് ഈ പുസ്തകത്തിന്റെ. പക്ഷെ സർഗ എന്ന ഈ ഭാഗം തുടങ്ങിയത് വളരെ ഗംഭീരമായിട്ടാണ്. പക്ഷെ സ്ഥിതി വന്നപ്പോൾ അതൊന്ന് സ്പ്രെഡ് ആയിപ്പോയി. ആ സ്പ്രെഡിന് ഫുൾ കൺട്രോൾ എനിക്ക് കിട്ടുമെന്നൊരു സംശയമുണ്ട്. അനേക കഥാപാത്രങ്ങൾ ആ ഏലസിന്റെ വാരണാസിയിലേക്കും ഹരിദ്വാറിലേക്കും ഉള്ള യാത്ര, അതിനുശേഷം അവസാനം ഈ ഏലസ് തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഏലസിന്റെ യാത്രയാണ് ഈ കഥയിൽ. മനുഷ്യനെക്കാളും ഈ ഏലസ് തേടി നടക്കുന്ന മനുഷ്യന്റെ സഞ്ചാരങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. അപ്പോൾ ഈ പുസ്തകം നമ്മൾക്ക് ഒറ്റ വായന വേഗത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത ഒരു പുസ്തകമാണ്. പ്രേംരാജിന്റെ ചെറുകഥകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിനൊരു പ്രത്യേക ട്വിസ്റ്റും സ്പാർക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പുസ്തകത്തിൽ അത്രമാത്രം ട്വിസ്റ്റുകളോ അങ്ങനെയൊന്നുമില്ല. ഒരു സഞ്ചാരം, ഒരു 3 ഫേസ് ആയിട്ട് പോകുന്ന ഒരു ഈസി വേഗത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിനിട്ട എഫേർട്ട് ഓരോ രാജ്യത്തെ സംസ്കാരത്തെ പറ്റിയും ഓരോ ദേശത്തിന്റെ പ്രത്യേകതകളെ പറ്റിയും അതിനെ നമ്മുടെ സംസ്കാരവുമായിട്ട് ഒരു ഇന്റർലിങ്ക്ഡ്, അതിനെ ഒരു ലിങ്ക് ചെയ്യുന്ന ആ കഴിവോ പ്രേംരാജിന്റെ ഈ പുസ്തകത്തിൽ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. അതിന്റെ എഫേർട്ട് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കൂടുതൽ പുസ്തകത്തിനെ വേണ്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വായനയ്ക്ക് ഉള്ള ഒരു വിഘ്നം ഉണ്ടാക്കും. അതായത് എല്ലാവരും എന്താണിത് എന്ന് നമ്മൾ പറയാതിരിക്കുന്നതാവും നല്ലത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു ദുഷ്ടശക്തി ഉണ്ട് സത്യത്തിൽ. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും, അവർ ശാസ്ത്രം പഠിക്കുന്നവരാണ്, അവർ അവസാനം പറയും ദൈവത്തിന്റെ കയ്യിലാണെന്ന്. അപ്പൊ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു ഹോർമോൺ ഉണ്ടാകും. ആ ഹോർമോൺ ആണ് സത്യത്തിൽ, ആ ഹോർമോണിൽ ഒരു ഹീലിംഗ് പവർ ഉണ്ട്. അതൊരു ആന്റി ഓക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യും ആ ബ്രെയിനിന്. അതാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ
അതിനെ നമ്മൾ വിശ്വാസികൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്നും അവിശ്വാസികൾ ശാസ്ത്രം എന്നൊക്കെ പറയും. അവസാനം നമ്മൾ കോംപ്ലിക്കേറ്റഡ് കേസുകൾ ചിലപ്പോൾ നമ്മൾ ചരിത്രമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മന്ത്ര ഏകസ്, ഈ തകിടിനും യന്ത്രമൊക്കെ ജപിച്ച് നമ്മൾ കേട്ടത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ മഹാസുദർശന യന്ത്രം തകിടിൽ എഴുതി നമ്മൾക്ക് കെട്ടിത്തരുമായിരുന്നു. അതൊരു രക്ഷയാണ്, നമ്മൾക്കൊരു വിശ്വാസമാണ്, നമ്മൾക്ക് ഒരു രക്ഷയുണ്ട് എന്നൊരു വിശ്വാസം. അത് വിശ്വസിക്കുന്നില്ലാത്തവർക്ക് അത് അവരുടെ പോളിസി, വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ഷൈനി പറഞ്ഞതുപോലെ ഒരു കോൺഫ്ലിക്റ്റ് ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ ആ സഞ്ചാരത്തിൽ ഇപ്പൊ നമ്മൾ പറയും ഒരു അമാവാസിയോട് ഒരു പൗർണമിയോട് അടുക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് തിരകൾ കയറി വരുമെന്ന്. അതൊക്കെ ഒരു ശാസ്ത്രവും ഈ ശാസ്ത്രവും അതിന്റെ പ്രപഞ്ചത്തിന്റെ ശക്തിയും കാന്തികാകർഷണവും എല്ലാം കൂടെ ചേർന്ന് എന്തോ ഒന്ന് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഒരു പ്ലാൻ ഇങ്ങനെ ഉണ്ടായി വരില്ലല്ലോ, എന്തോ അതിന്റെ ദൈവമായിരിക്കില്ല. നമ്മളൊരു വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നത് മാത്രമല്ല ദൈവം, നന്മയാണ് ദൈവം. അപ്പോൾ നന്മയിലേക്കുള്ള സഞ്ചാരം, ആ നന്മയിലോട്ടുള്ള സഞ്ചാരത്തിനിടയിൽ വീഴ്ചകൾ പറ്റിയാലും ചിലപ്പോൾ നമ്മൾ വീണ്ടും ഉയർന്നു വരും. അതാണ് ഈ ഏലസിന്റെ യാത്രയും ഏലസ് ദുഷ്ടശക്തികളിൽ നിന്ന് തിരിച്ചെടുക്കുന്നത്. അപ്പൊ ഈ യുദ്ധം ഇതൊക്കെ ദുഷ്ടശക്തികളുടെ അതിൽ നിന്നും ഈ ലോകത്തെ തന്നെ പുനരുദ്ധരിക്കാനുള്ള ഒരു സന്ദേശം കൂടി, ഒരു ദർശനം കൂടി ഈ പുസ്തകത്തിലുണ്ട്. ഈ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഓസ്റ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളോടെ ആദരവ് ലഭിച്ചു. അതോടുകൂടി എല്ലാ വലിയ അനേകം പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. പ്രേമിനും ഓസ്റ്റിനും ഒക്കെ പുതിയ തലമുറയാണ്, അനേക പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസകൾ നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. കഥാപുസ്തകമാണ് അവലോകനം ചെയ്തിരുന്നത് ഉൽക്കാം. ഇപ്പോ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു മിസ്റ്റിക്കൽ ത്രില്ലർ ആണ്. അപ്പോൾ ഇതിനകം തന്നെ എല്ലാവരും പറഞ്ഞു കാണും. അപ്പോൾ 2 ദിവസത്തിനകമാണ് ഞാനിത് പെട്ടെന്ന് വായിച്ചു തീർത്തത്. പിന്നെ പ്രേംരാജിന്റെ ലളിതമായിട്ടുള്ള ഭാഷയായ കാരണം കൊണ്ട് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ അധികം പ്രയാസമൊന്നും വന്നില്ല. ഇവിടെ ഷൈനി സംസാരിച്ചപ്പോൾ പറഞ്ഞു 3-4 ദിവസം എടുത്ത് വായിക്കുന്നതാണ്. സത്യമായിരിക്കണം, പക്ഷെ സമയം കുറവ് കാരണം അത് വായിച്ചു തീർക്കാനേ പറ്റിയിരുന്നുള്ളൂ. സംസാരിക്കേണ്ടത് പ്രിപ്പയർഡ് ആയിരുന്നില്ല. പക്ഷെ ഞാനിവിടുന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വന്നിരുന്നപ്പോ FM-ൽ ഇങ്ങനെ പറഞ്ഞു കേട്ടു, ഇങ്ങനെ നമുക്കൊരു എനിക്കൊരു കഥ വന്നു, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, എവിടെ തുടങ്ങണം എന്ന് അറിയില്ല, കാരണം ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് കാരണം. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം വെച്ച് തുടങ്ങും. അതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള, ഈ പുസ്തകത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം മെക്സിക്കോയില് ഇപ്പൊ പ്രേംരാജിന് നേരിട്ട് പരിചയമുള്ള ഒരു ജീവിതമാണെന്ന് അത് വായിച്ചാൽ അറിയാം. വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ, സത്യത്തിൽ ഒരു അനുഭവക്കുറിപ്പ് പോലെ തന്നെ അവിടുത്തെ സ്ഥലങ്ങൾ ഇങ്ങനെ. അപ്പൊ ഞാൻ പലപ്പോഴും വായിക്കുമ്പോൾ ഓരോ സ്ഥലത്തിന്റെ പേര് കാണുമ്പോഴും ഇങ്ങനെ യൂത്തുകളിലേക്ക് പോവാൻ ഇസ്ലാം ഹാരിസ് ഒക്കെ പറയുമ്പോ ഞാൻ സത്യത്തിൽ ഈ ഗൂഗിളില് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു ഈ സ്ഥലങ്ങള്. അപ്പോ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ആ പിരമിഡ്, അപ്പൊ എല്ലാം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അത് മുമ്പത്തെ ഏതൊക്കെയോ ചെറുകഥകളിലും കണ്ടിരുന്നു. പിന്നെ ഷനായി മുഴങ്ങുമ്പോഴും അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശേഷം ഉണ്ടായിരുന്നു പ്രേംരാജിന്റെ. പിന്നീട് ഗംഗയിലെ ഭാഗത്തേക്ക് വന്നപ്പോ എന്തോ എനിക്ക് പെട്ടെന്ന് തോന്നി കുറച്ചങ്ങോട്ട് ഈ പറഞ്ഞ പോലെ മെക്സിക്കോ വിട്ട് പോരേണ്ടിയിരുന്നൊരു തോന്നൽ വന്നു. ഗംഗയുടെ അവിടെ എത്തിയപ്പോ കൂടുതലും ഈ പറഞ്ഞ പോലെ ആ ഒരു ഭക്തിയുടെ ഇതിലേക്ക് കടന്നു തോന്നുന്നു. അപ്പോ കുറച്ചൊരു പാർഷ്യൽ ഇതായോ എന്നൊരു സംശയം തോന്നി. അപ്പൊ ഞാൻ തീർച്ചയായും ആസ്വദിച്ചത് മെക്സിക്കോയുടേതാണ്. പിന്നെ പ്രേംരാജൻ ഇതിനിടയ്ക്ക് ഒരുപാട് പുരാണങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഓരോ സന്ദർഭങ്ങളിൽ. അത് വളരെ രസകരമായിട്ടുള്ള ഓർമ്മകളായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹനുമാന്റെ അവിടെ മായന്മാരുടെ
വെച്ചാൽ അവിടുത്തെ രാമായണത്തില് നമുക്ക് ഇവിടെ പിന്നെ ഒന്നുകൂടെ പറയട്ടെ, ഇതിന് മുൻപേ സാർ ഇവിടെ വന്നിട്ട് പറഞ്ഞ പോലെ നമ്മുടെ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ഒരു പ്രഭാഷണം കഴിഞ്ഞ കാരണം ഈ അന്ധവിശ്വാസങ്ങളും ഫാന്റസി ആയിട്ട് നേരിയൊരു ഇതേ ഉള്ളൂ. നമ്മൾക്ക് ആസ്വദിക്കാവുന്ന, പ്രത്യേകിച്ച് എഴുത്തുകാർക്ക് ഇങ്ങനെ വിശ്വാസം അന്ധവിശ്വാസം എന്നൊക്കെ വലയിട്ട് നിർത്തി കഴിഞ്ഞാൽ എഴുത്തുകാരൻ ഇല്ലാതാവും. ഞാൻ ഏറ്റവും ആസ്വദിക്കുന്ന ഒരു സംഗതിയാണ് ഫാന്റസി. അപ്പോ അതില് നമുക്ക് ഈ ഹനുമാൻ ഒരു ബ്രഹ്മചാരിയാണ് നമ്മുടെ രാമായണത്തില്. പക്ഷെ പുറമേയുള്ള പല രാമായണങ്ങളിലും അത് ഈ നായന്മാരുടെ കാര്യം പറയുന്നത് അങ്ങനെയാണ്. അതില് ഈ ഹനുമാൻ ലങ്കാദഹനം കഴിഞ്ഞിട്ട് ആ വേർപാറ്റാൻ വേണ്ടിയിട്ട് വെറുതെ കടക്കുമ്പോ സമുദ്രത്തില് ഹനുമാന്റെ വേർപ്പിൽ നിന്ന് ഉണ്ടായ ഒരു കുട്ടി, ഈ മുതലയ്ക്ക് അവിടുത്തെ ഈ സമുദ്രത്തിന്റെ റാണി എന്ന് പറഞ്ഞ പോലത്തെ ആ മുതലയ്ക്ക് ഉണ്ടായ ഒരു കുട്ടി ആണ് മകരധ്വജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരെ കാണുന്നു. ഇതുപോലെ തന്നെ അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്, മുമ്പ് ഞാനിങ്ങനെ മുമ്പ് എന്റെ ആദ്യത്തെ, ഞാൻ എനിക്ക് കുറച്ച് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളതാണ്. ആദ്യത്തെ ആനിമേറ്റഡ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയതിന്റെ തീം ഇതായിരുന്നു. ഹനുമാന്റെ തന്നെ നമ്മുടെ വേറെ അതിപ്പോ ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് പകരം വരുന്നത് ഒരു മത്സ്യകന്യകയായിരുന്നു. അത് മറ്റൊരു രാമായണത്തിന്റെ എങ്ങനെയാണ് സ്പെൽ ചെയ്യാന്ന് എനിക്കറിയില്ല. അത് ഈ തായിലും കംബോഡിയയിലും ഒക്കെ ഉള്ള രാമായണത്തിന്റെ വേർഷനില് അതിലൊരു സുവർണ മത്സ്യം ആണ്, ഈ മുതലയുടെ സ്ഥാനത്ത് ഒരു സുവർണ മത്സ്യമാണ്. അപ്പൊ അതൊരു നല്ലൊരു ഫാന്റസി ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ പല അതിന് ഇടയിൽ പറഞ്ഞ പോലെ വേറെ സർപ്പത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ഇതുകൾ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് പ്രേംരാജിന്റെ മുമ്പത്തെ കഥകളെ അപേക്ഷിച്ച് ഇതൊരു ഡിഫറെന്റ് ആയ ഫോർമാറ്റ് ആയിരുന്നു. മുമ്പ് പ്രേംരാജിന്റെ ഷോർട്ട് സ്റ്റോറീസിൽ എന്നെ ആകർഷിച്ചിരുന്നത് ചില ബിംബങ്ങളായിരുന്നു. പറഞ്ഞു വരുമ്പോ നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് ബിംബങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതില് ഇങ്ങനെ കുറച്ച് പുരാണങ്ങളും കൂടി പുറത്തിറക്കിയാണ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഈ പറഞ്ഞ പോലെ കഥ മുഴുവനാകുന്നില്ല. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും തോന്നിയത് നടുവിലെ ഇപ്പം സർഗ സ്ഥിതി ലയ എന്ന് പറയുന്നത് ആ സ്ഥിതിയിലെ ഭാഗത്തിനേക്കാൾ നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് സർഗ ഭാഗം തന്നെയായിരിക്കും എന്ന് എല്ലാവരും യോജിക്കുമെന്ന് തോന്നുന്നു. പ്രേംദാസിന്റെ അറിവിലേക്കായി. അപ്പോ എങ്ങനെയായാലും പ്രേംദാസിന് എല്ലാ ആശംസകളും ആരോഗ്യവും എല്ലാം ആശംസിക്കുന്നു. ഈ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ എഴുതാനുള്ള നേരത്തെ സാർ പ്രസംഗിച്ചപ്പോ പറഞ്ഞ പോലെ ആ ഒരു പ്രസവവേദന കൊണ്ടുപോകട്ടെ എന്ന് കരുതുന്നു. എല്ലാ ഭാവങ്ങളും എല്ലാ ആശംസകളും. പണിതനെങ്കിലും ജീവിത വീതിയിൽ പടവില്ലെന്റെ പാദങ്ങളിൽ പോവും. അതൊരു കാണാത്ത യാത്രയാണെങ്കിലും മധുരമാണെനിക്കെന്നൊരു ജീവിതം. എന്താ പറയുന്നത് എനിക്കറിയില്ല. വേദിയിലിരിക്കുന്ന മകനെയും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും എനിക്കൊത്തിരി പേരെ അറിയാവുന്നതാണ്. ഏറെ സന്തോഷമുണ്ട്. പലപ്പോഴും പ്രയാഗ്രാജ് എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിനും മറ്റു പല കാര്യത്തിലും. മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന ഈ നോവൽ പ്രകാശനത്തിന് തീർച്ചയായും വരണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷെ പുസ്തകം വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം ഞാൻ വായിച്ചിരിക്കും. കാരണം വായന എനിക്കേറെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. ഫ്രിക്ഷൻ എന്നത് പറഞ്ഞു വരുന്നത് ഈ ഒരു പുസ്തക അവലോകന സമയത്ത് നല്ലതും പറയും, അതേ സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും. ഓരോ വ്യക്തിക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ തീർച്ചയായും എല്ലാവർക്കും നൽകിയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രേംരാജിന്റെ ഈ ഒരു പുസ്തക പ്രകാശനത്തിന് എന്നെ വിളിച്ചത് ഏറെ നന്ദിയുണ്ട്.
ഇനിയും വേറെ പുസ്തകം എഴുതാൻ സാധിക്കട്ടെ. പ്രേംരാജിന്റെ 4-5 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ ഇതുവരെയും എന്റേതായ ഒരു അഭിപ്രായം അറിയിച്ചിട്ടില്ല. പക്ഷേ പല വേദികളിലും എപ്പോഴും നമ്മുടെ ശിരസ്കനായി ഉജ്ജ്വലിക്കുന്ന മുഖത്തോടു കൂടി ഉള്ള ഒരു വ്യക്തിത്വമാണ്. പലപ്പോഴും ഞങ്ങളുടെ പരിപാടിയിലും ഞാൻ ഉൾക്കൊള്ളുന്ന പരിപാടിയിലും എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അല്ലാതെ കളർ ഫോട്ടോ എടുത്തിട്ട് തന്നിട്ടുണ്ട്. ഏറെ നന്ദിയുണ്ട്. പ്രേംരാജിന് എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യം നേരുന്നതോടൊപ്പം തന്നെ വാക്കുകൾ കൊണ്ടുള്ള ഈ കസരത്ത് ഇനിയും തുടരട്ടെ, നല്ലത് മാത്രം എഴുതാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിന്റെ അറിവിനെ മറ്റുള്ളവർക്ക് പകരുവാനായിട്ടുള്ള ശക്തി എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട്. പ്രേംരാജ്, നന്ദി, നമസ്കാരം. പശ്ചാത്തലമാണ് എന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു എസ്തെറ്റിക് ഫീലിംഗ് കൂടെ നമ്മളെപ്പോഴും അഫോർഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും സയന്റിഫിക് ആയിട്ട് മാത്രം മുന്നോട്ട് പോയ ലൈഫ് വളരെ മെക്കാനിക്കലായി പോകുന്നതാണ് സാറിന് നിങ്ങളോട് പറഞ്ഞത്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ കെ പ്രേംരാജ് എല്ലാം കൊണ്ടും വ്യത്യസ്തനായ ബഹുമുഖ പ്രതിഭയായ ഒരു എഴുത്തുകാരനും അതോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്യുമ്പോഴും സാധാരണ എഴുത്തുകാരന് വ്യത്യസ്തമായിട്ടുള്ള രചനകൾ ഒന്നിൽ നിന്ന് വളരെ ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ പ്രമേയങ്ങളോ അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളായിട്ട് തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തത് ഒരു ബാലസാഹിത്യ നോവലായിരുന്നു. അതിന് മുൻപ് ഷെനായി നോവൽ മുമ്പുമ്പോൾ അങ്ങനെ ഓരോ നോവലും എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെയാണ് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് സ്വന്തമായി തന്നെ അത് ആദ്യാവസാനം കൈകാര്യം ചെയ്ത് വായനക്കാരുടെ ഇടയിലെത്തിക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധി അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ മാനസിക സ്ഥിതി തന്നെ ആയിരിക്കാം പക്ഷെ ഇത്രയധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിപ്പിക്കുന്നതും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഞാൻ ഈ പുസ്തകം വായിച്ചു, മുഴുവനായും വായിച്ചു. മെക്സിക്കോയിൽ തുടങ്ങി, ഹരിദ്വാറിൽ, അത് കഴിഞ്ഞ് പിന്നെ വാരണാസി, പിന്നെ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ, നാട്ടിൽ എറണാകുളം, കോഴിക്കോട്, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ വിവിധ ശൈലികളും ഭക്ഷണക്രമങ്ങളും അല്ലെങ്കിൽ മെക്സിക്കോയിലെ ഉദാഹരണത്തിന് പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ഈ ഡാറ്റ ശേഖരിച്ച് അത് വസ്തുനിഷ്ഠമായിട്ട് എഴുതാൻ കഴിയുന്നത്? അപ്പോൾ നേരത്തെ ഐ തിങ്ക് തന്നെയാണെന്ന് തോന്നുന്നു മെക്സിക്കോയിൽ നിന്നായിരുന്നു ഡോക്ടറേറ്റ് എടുത്തത് എന്ന് പറയുകയുണ്ടായി. പക്ഷെ അതുകൊണ്ടായിരിക്കാം. പിന്നെ പല നമ്മുടെ മഹാകവികളും ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്നിട്ട് ഹിമാലയത്തെയും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പ്രകൃതിയെ പറ്റിയും പൊഴികളെ പറ്റിയും പർവ്വതങ്ങളെ പറ്റിയും ഒക്കെ ഭാവനയിലൂടെ എഴുതിയിട്ടുള്ള പോലെ തന്നെ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായി വളരെ ഗഹനമായി തന്നെ എഴുതി നമ്മളെ വളരെ വിസ്മയപ്പെടുത്തി. അപ്പോ ഇതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു പ്രത്യേക സിദ്ധി തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമ്മളെ നിർബന്ധത്തിലാക്കുന്നു. ഇന്നത്തെ നമ്മുടെ യുവ എഴുത്തുകാരനെ ഇവിടെ ആദരിച്ചു. അനുമോദനങ്ങൾ. ശ്രീ പ്രേംരാജിനെ ഇനി കൂടുതൽ നല്ല വ്യത്യസ്തമായ രചനകൾ നമുക്കൊക്കെ വായിക്കാൻ വേണ്ടി പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ. അദ്ദേഹത്തിന് നമുക്കൊക്കെ അത്ഭുതം. വേറെ ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും പ്രേംരാജ് നമുക്കൊരുപാട് വിസ്മയങ്ങൾ തോന്നിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിലപാടുകളായിരുന്നു, അദ്ദേഹം കടന്നുപോയ ജീവിതത്തിലെ മറുപടികളും, അതേപോലെ തന്നെ വേറെ ഓരോ രചനകളോടും വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹം തെരഞ്ഞെടുത്തതായിട്ടുള്ള പ്രമേയങ്ങളും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇനിയും ഒരുപാട്
അഭിനന്ദനങ്ങൾ. നേരത്തെ കാണാത്തത് എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ പ്രേംരാജിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ വായിച്ചപ്പോൾ ഒരു വാക്ക് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ഗുരുസി, നമ്മുടെ അവിടെ ഗുരുതി എന്ന് പറയുന്നത് എനിക്ക് തോന്നി ഇങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ ഇവരെ ആദ്യത്തെ ബുക്കുകൾ വായിച്ച് അന്നൊക്കെ യഥേഷ്ടം അക്ഷര വിശാലങ്ങൾക്ക് കയറി വരാൻ എല്ലാവരും മാതൃക തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറച്ച് കൺട്രോൾ വിദ്യകൾ എല്ലാവിധ അനുഭവങ്ങളും ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു നല്ല ദിവസമാണ്. കാരണം ഇന്നലെ വായന ദിനമായിരുന്നു, നമ്മള് നാളെ യോഗയാണ്. അതായത് രണ്ടും മനസ്സിനെ സംബന്ധിച്ച് രണ്ട് പ്രത്യേക ദിവസങ്ങളാണ്. വായന ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അങ്ങനെ കയറൂരി വിടുകയാണ് നമ്മുടെ ചിന്തകളുടെ ലോകത്തിലേക്ക് വായനയിലൂടെ. പക്ഷെ നാളെ യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നമ്മുടെ ഈ മന്ത്രിക്കുന്ന യന്ത്രങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് നല്ല കാര്യം. അതോടൊപ്പം തന്നെ ഇന്നലെ വായനാ ദിനത്തിൽ ഒരു നല്ല കാര്യം എനിക്കായി തോന്നിയത്, നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരിലെ ഏറ്റവും ഒരു നല്ല വായനക്കാരനെന്ന് നമുക്ക് ഒരു സംശയം കൂടെ അത് പറയാൻ പറ്റുന്ന നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ MTയുടെ പേരിൽ ഇന്നത്തെ ബഡ്ജറ്റ് MTക്ക് വേണ്ടി, അത് പ്രത്യേകിച്ച് സാഹിത്യത്തിനുള്ള എന്താ പറയാ ഒരു വരുന്ന തലമുറക്ക് MTയുടെ ആദരവ് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ കോഴിക്കോട് ഒരു അക്കാദമി അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല, അതേപോലെ ജോൺസൺ മാഷിന്റെ പേരിൽ തൃശ്ശൂരിൽ ഒരു സംഗീത അക്കാദമി, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കൂടി ഇന്നലെ പ്രഖ്യാപിച്ചു. നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു ഭാഷ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംസാരിക്കാനും MTക്കും ഭാഷയുണ്ട്, ജോൺസൺ മാഷിക്കും ഭാഷയുണ്ടായിരുന്നു. രണ്ടാളും രണ്ട് വ്യത്യസ്ത കൂടെയായിരുന്നു നമ്മളോട് സംഭവിച്ചിരുന്നത് എന്ന വാർത്ത. ഇനി ഈ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വൈകിയത് എനിക്കറിയാം. ഈ ഒരു പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സത്യനന്ദിക്കാരുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ഫീൽ ഗുഡ് മൂവി എന്നത്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു നല്ല തുടക്കം, ഒരു അതിന്റെ ഇടയിൽ കുറച്ച് ഇപ്പൊ സത്യനന്ദിക്കാരുടെ സിനിമയിലേക്ക് വെച്ചാൽ അധികം ബോംബും തോക്കൊന്നും ഉണ്ടാവില്ല, കുറച്ച് ചെറിയ സംഘർഷങ്ങൾ അവസാനം ഒരു നല്ല രീതിയിലുള്ള ശുഭകരമായ അവസാനം. അതുപോലെ ഒരു നോവലാണിത്. നേരത്തെ ഇവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു ഇതിന്റെ തുടക്കം അധികം ഗംഭീരമായിരുന്നു. മെക്സിക്കൻ നഗരങ്ങളും അവിടുത്തെ ജീവിത രീതിയും ഭക്ഷണവും. പക്ഷെ ഇടയ്ക്ക് എനിക്കൊന്ന് പ്രേംരാജ് അദ്ദേഹത്തിന്റെ മുമ്പത്തെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല, ക്ഷമിക്കുക. എങ്കിലും ഒന്നുകൂടി മനസ്സിരുത്തി ഒരു എഡിറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ആ സ്ഥിതി എന്നുള്ള ആ മധ്യഭാഗം കുറച്ചും കൂടി നന്നാക്കിയിരുന്നെങ്കിൽ എനിക്കൊന്നൊരു കെട്ടുറപ്പുള്ള ഒരു നോവലാക്കി മാറ്റാമായിരുന്നു. പിന്നെ ഇത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നുള്ളത് വായനക്കാരുടെ സ്വാതന്ത്ര്യമാണ്. എഴുത്തുകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും എഴുതാം. വായനക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ഇത് അന്ധവിശ്വാസം. തീർച്ചയായിട്ടും ഇത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അന്ധവിശ്വാസത്തിന്റെ വിഷയം തന്നെയാണ്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ദഹിക്കുന്നില്ല. വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കൂടെ വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ കാണാം. അപ്പോ ഒരു പുസ്തകം എഴുതി അത് പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ എഴുത്തുകാരന് യാതൊരു പ്രാധാന്യമില്ല. ഞാൻ എഴുതിയത് പോലെ തന്നെ നിങ്ങൾ സംസാരിച്ചു കൊള്ളണം എന്ന് എഴുത്തുകാരന് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. പിന്നെ അത് വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് തീരുമാനിക്കുന്ന വായനക്കാരാണ്. അത് കേൾക്കേണ്ടത് അത് നമ്മൾ കേൾക്കുന്നവർ, കാരണം നമ്മളെല്ലാവരും എല്ലാം കേൾക്കണം. അല്ലാണ്ട് ഒന്ന് മാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന മാത്രമേ ഞാൻ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എല്ലാം കേൾച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നു യോജിച്ചതെടുക്കാൻ തള്ളിക്കളയുക എന്ന് മാത്രം. ഏതായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. നല്ലൊരു എളുപ്പത്തിൽ വായിച്ചെടുക്കാവുന്ന വളരെ എന്താ പറയുക നല്ല ലളിതമായ ഭാഷയിൽ എഴുതിയ ഒരു നോവൽ. 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒറ്റ ഇരുപ്പിൽ വായിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു നോവൽ തന്നെയാണ്. അധികം കഥാപാത്രങ്ങളൊന്നുമില്ല, വളരെ ചുരുങ്ങിയ. സാധാരണ നോവലിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇതിന് അതിന് മാത്രമൊന്നും കഥാപാത്രങ്ങളില്ല. വളരെ ചില കഥാപാത്രങ്ങൾ എനിക്കൊന്നും വേണ്ടായിരുന്നു. സുഹൃത്തുക്കളിൽ നിന്നുള്ള പേരിലൊക്കെ കുറെ പേരെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. അവർക്ക് ഓരോരാളുടെ പേര് കൊടുത്തിട്ട് ഓരോരാളുടെ പേര് പറഞ്ഞിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലൊന്നും ആവശ്യമില്ലായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ശ്രദ്ധിച്ച് ഒരു എഡിറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു നോവലാക്കി മാറ്റാമായിരുന്നു. പക്ഷെ ഇപ്പോഴും മോശമല്ല, നല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല സുഖകരമായ സത്യനന്ദിക്കാട് സിനിമ കണ്ടു തീർക്കുന്ന ഒരു പ്രതീതിയോടെ
നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. ഏതായാലും ഇനിയും കൂടുതൽ എഴുതാനും അവസരങ്ങൾ, അതായത് കഥകൾ മനസ്സിലുണ്ടാവട്ടെ, അത് എഴുതാൻ കഴിയട്ടെ. നേരത്തെ ഇവിടെ ആദരിച്ച ഹോസ്റ്റലിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും. പിന്നെ രമചേച്ചിക്ക് പുതിയ അവാർഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അവാർഡ് കൂടി, അതിലും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് ശ്രീ പ്രേംരാജന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്റെ പരിചയം ഇവിടെ വളരെ കുറച്ച് ആൾക്കാർക്ക് തന്നെ അറിയുള്ളൂ. അതുപോലെ അജിത്ത്, ഞാൻ കുന്നനാട് കേരള സമാജത്തിന്റെ സെക്രട്ടറിയാണ്. അങ്ങനെ സാഹിത്യമായിട്ട് കൂടുതൽ ബന്ധമൊന്നുമില്ല, പക്ഷെ ഇതുപോലുള്ള പരിപാടികൾ പങ്കെടുത്ത് ഇങ്ങനെ കുറെ ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെയൊക്കെയാണ് പ്രേംരാജിനെ പരിചയപ്പെട്ടതും അദ്ദേഹം ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതും വന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. ശ്രീ യു.എ. രാജേന്ദ്രൻ രചിച്ച ഒരു ചെറിയ കവിതയാണ്. ഞാൻ തനിയെ കവിതകളൊന്നും എഴുതുന്ന ആളല്ല, എനിക്ക് എഴുതാനുള്ള കഴിവില്ല, പക്ഷെ വായിക്കും, അത്യാവശ്യം ചെറിയ രീതിയിൽ വായിക്കും. ഇവിടെ പലരും പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് വായിച്ചിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ എത്തിയിട്ട് 30 വർഷമായി. അപ്പം പുസ്തകങ്ങളുടെ ദൗർലഭ്യം കാരണം വായിക്കാൻ എനിക്ക് പുസ്തകങ്ങൾ അധികം കിട്ടാതെ പോയി. ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ വീണ്ടും വായിച്ചു തുടങ്ങിയിരിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടുകൂടി പറയുകയാണ്. അപ്പൊ ഞാൻ കവിത ചൊല്ലിക്കൊള്ളട്ടെ. എവിടെ തുടങ്ങണമെന്നതറിയില്ലെന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു. ഇവിടെ ഈ ജീവിത സായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെന്റെ ജീവിത വഴിയിൽ പ്രകാശം ചൊരിഞ്ഞു. സബലമില്ലാത്രയ്ക്കും പൂർണ്ണതയേകിയ സകലർക്കുമെന്നോവാദം. നന്ദി പ്രിയ ലോകമേ, നീ എനിക്കേകിയ നന്മകൾക്കൊക്കെയും നന്ദി. ദാനമായി തന്നൊരു ജന്മത്തിനായി എൻ്റെ മാതാപിതാക്കളെ നന്ദി. നന്ദി ഗുരുഭൂതരെ, തോഴരെ, എന്നുടെ നല്ല സതീത്യരെ നന്ദി. ദുരിതപദങ്ങളിൽ താങ്ങായി നിന്നൊരു പ്രിയ സഖിയായിരം നന്ദി. നന്ദി എൻ മകനേ, നന്ദി എൻ മകനേ, സായന്തനത്തിൽ നീ വന്നെന്റെ ചാരത്തിരുന്നുവല്ലോ, ഒരു ചുംബനം നെറ്റിയിൽ തന്നുവല്ലോ. നന്ദി എൻ മകളേ. എത്രയോ നാളുകൾ പിച്ച നടത്തിയോരച്ഛന്റെ കൈകൾ പിടിച്ചുവല്ലോ, പിന്നെ ഒട്ടുനേരം കൂടെ വന്നുവല്ലോ. നന്ദി എൻ മകളെ, ധന്യനാമച്ഛന്റെ ഉള്ളിന്റെ ഉള്ളിലെ നന്ദി. പുലരിയും പൂക്കളും പൂതിയാവും തന്ന പ്രകൃതീശ്വരിക്കെന്റെ നന്ദി. നന്ദി പുഴകളെ, പുൽക്കളെ, പൂക്കളെ, നന്ദി നിങ്ങൾക്കെന്റെ നന്ദി. നന്ദി മാതിങ്കളെ, ശാരദാകാശമേ, സന്ധ്യാംബരങ്ങളെ നന്ദി. അന്യദാനിസ്വരാമിൻ കൊച്ചു ജീവിതം വർണ്ണാഭമാക്കിയോ നിങ്ങൾ. സകലതും തന്നെന്നെ ഇവിടെ എത്തിച്ചൊരാ ജഗദീശ്വരായെന്റെ നന്ദി. അറിയുന്നു നേടിയ സൗഭാഗ്യമൊക്കെയും അവിടുന്ന് നൽകിയ ദാനം. അറിയുന്നു നേടിയ സൗഭാഗ്യമൊക്കെയും അവിടുന്ന് നൽകിയ ദാനം. ഇനിയൊരു ജന്മമുണ്ടെന്നാൽ എനിക്കതും ഇവിടെ ജീവിക്കുവാൻ മോഹം. ഒരു വേള ഉണ്ടാകുമോ ഇതുപോലെ വെയിലും കുളിരും നിലാവും. കാടും പുഴകളും കാനനച്ചോലയും പാടവും ഈ കുളിർക്കാറ്റും
സബലമീ യാത്രയെ സമ്പന്നമാക്കിയ സകലർക്കും എന്റെ പ്രണാമം. കരുണയായി സ്നേഹമായി സാന്ത്വന സ്പർശമായി അനുയാത്ര ചെയ്തവർക്കെല്ലാം ഹൃദയാശ്രു പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടെന്റെ എളിയ സാഷ്ടാംഗ പ്രണാമം. ഹൃദയാശ്രു പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടെന്റെ എളിയ സാഷ്ടാംഗ പ്രണാമം. അരുമറാനുമൊഴിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനും പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവറാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. അരുമറാനുമൊഴിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനും പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവറാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീ നാരായണ ഗുരുദേവൻ തന്റെ ശിവശതകത്തില് 2ാമത്തെ ശ്ലോകത്തിൽ എഴുതിയതാണ്. ഗുരുദേവനോടോ അത്ര ബുദ്ധി എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗുരുദേവന്റെ ഒരു ഭക്തനാണ്, അതുകൊണ്ട് ഞാൻ ഈശ്വരഭക്തനാണ്. ഞാൻ ഈ നമ്മുടെ എഴുത്തുകാരനെ കാണുന്നത് ആദ്യമായിട്ട് ഒരു ഫോട്ടോഗ്രാഫറായിട്ടാണ്. ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ഏതാണ്ട് 8 മണിക്കൂർ സമയം നടന്ന പരിപാടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ശബരിമലയിലെ ആളെന്നെ പരിചയപ്പെടുത്തി. ഇതാണ് ഡോക്ടർ പ്രേമദാസ്. ആ മനുഷ്യന്റെ എളിമ, ആ മനുഷ്യന്റെ ജീവിത ശൈലി, അത് നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളിൽ വളരെ പകർത്തുന്നത് എനിക്ക് തോന്നുന്നു പലപ്പോഴും. പിന്നെ ഗംഗയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അദ്ദേഹം മെക്സിക്കോയിലും ആ സിറ്റിയിലൂടെ ഒഴുകി നടന്നിട്ട് ഗംഗയുടെ തീരത്തെത്തി. ഗംഗയുടെ തീരത്തെത്തിയപ്പോൾ ഞാൻ എന്റെ മകളെ കണ്ടു. ഇല്ലേ, ഞാൻ എന്റെ മകളെ മഹാദേവന് കൊടുത്തു. നീ കൊടുപ്പിച്ചെങ്കിൽ എടുത്തോളൂ. അവളെ മഹാദേവനെ സമർപ്പിച്ചു. കഴിയോ സമർപ്പണം? കഴിയണം. അതാണ് ആത്മസമർപ്പണം. അതാണ് കൃതിയിലും. കാരണം ഞാൻ ഇവിടെ വാദോരാതെ സംസാരിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്ന് പറയൂ? ആരാ ഇതിന്റെ യഥാർത്ഥ അവകാശികൾ? നിങ്ങളാണ്. നിങ്ങൾ എഴുതിയ വരികളാണ്, നിങ്ങൾ എഴുതിയ ശബ്ദമാണ്. അത് വേദവ്യാസൻ മുതലായാലും അത് വാൽമീകി മുതലായാലും രമാഭിഷാരി വരെയുള്ളവർ എഴുതിയിരിക്കുന്ന ശബ്ദങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്, സംസാരിക്കാൻ പഠിപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് അമ്മൂമ്മയാണ് എന്റെ പ്രചോദനം നൽകിയത്. അമ്മൂമ്മയ്ക്ക് മംഗളം വന്നാൽ ഉടനെ വായിച്ചു കേൾപ്പിക്കണം, കണ്ണു കാണില്ല. അപ്പൊ അമ്മൂമ്മ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചോദിച്ചേക്കാം. മോനെ മംഗളം കയ്യിരിക്കുമ്പോൾ ഓടി വന്ന് അമ്മൂമ്മ ചോദിക്കും, ഗോപി മുന്നേന്ന് വന്നതാ. ദേശീയയുടെ ഒരു നോവലിലെ കഥാപാത്രമാണ്. ഗോപി വന്നു ആ പെണ്ണിനെ രക്ഷിക്കുമോ? ആ അത്രമാത്രം എഴുത്തുകാർക്ക് സാധാരണക്കാരുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിരുന്നു ഭാരതത്തില്. പക്ഷെ ഇന്നോ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കുട്ടികളുടെ മുന്നിൽ പുസ്തകമുണ്ടോ? നമ്മുടെ കുട്ടികളുടെ കൈകളിൽ പുസ്തകമുണ്ടോ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒത്തിരി കാര്യം എഴുതി കൂട്ടുന്നു. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ പുസ്തകമുണ്ടോ? വായന ആചാരമാലകളൊക്കെ ആഘോഷിക്കുന്നു. നമ്മൾ ആരാണ് വായിക്കുന്നത്? വായിച്ചാൽ മാത്രമേ അറിവ് നേടാൻ കഴിയൂ. അറിവാണ് ഈശ്വരൻ എന്ന് പഠിപ്പിച്ച സാംസ്കാരിക വൈദ്യുതവും നമ്മുടേതാണ്. വേദം എന്ന വാക്കിന്റെ അർത്ഥം അറിവെന്നാണ്. നോളജ്, അറിവ്. ആ അറിവിനപ്പുറത്തേക്ക്, വേദങ്ങൾ രചിച്ച അറിവിനപ്പുറത്തേക്ക് ശാസ്ത്രം എങ്ങനെ എത്തിയിട്ടില്ല. ശാസ്ത്രവും ഐൻസ്റ്റീന്റെ പുസ്തകങ്ങൾ വായിച്ച ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. ഐസക് ന്യൂട്ടനെ ഏറ്റവും കൂടുതൽ വിസ്തരിച്ച് പഠിച്ച് അത് ലോകത്തിന് പ്രധാനം ചെയ്ത സയന്റിസ്റ്റാണ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ പറഞ്ഞു, ഇതാണ് ലോകം എനിക്ക് പ്രചോദനം നൽകിയത്. ഭാരതത്തിന്റെ ഉപനിഷത്തുകളും ഭാരതത്തിന്റെ എഴുത്തുകാരുമായിരുന്നു. ഇന്നും നമ്മുടെ എഴുത്തുകാരാണ്, സംശയമില്ല. വായിക്കാൻ പഠിപ്പിക്കുന്നത്. ഒരു സമയത്ത് വായന എന്താണെന്ന് അറിയുന്നത് ഞാൻ പട്ടാളത്തിലിരിക്കുമ്പോ ഒന്നുമില്ല, കാണാനും കേൾക്കാനും ഒന്നുമില്ല. പോളിരിക്കുമ്പോ വീട്ടിൽ നിന്ന് ഉപ്പേരി പൊതിഞ്ഞുകൊണ്ട് വന്നിരുന്ന പത്രത്തിന്റെ താളുകളിൽ ഓരോ അക്ഷരം എടുത്ത് വായിക്കാൻ പഠിച്ചു. കേരള ശബ്ദം വായിക്കാൻ പഠിച്ചു. കേരള ശബ്ദം വായിക്കാൻ പഠിച്ചപ്പോൾ ആദ്യം കണ്ടുപിടിച്ച നോവലാണെന്ന് അറിയോ? അത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരാജ്ഞ ആചാര്യൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, ഞാൻ പഠിച്ച ആദ്യത്തെ നോവൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞാൻ ഏറ്റവും ആവേശത്തോടെ ആദ്യം എടുത്ത് പോകുന്ന അയ്യനത്തിന്റെ അയ്യനത്തിന്റെ വലിയ എഴുത്തുകാരാണ്. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ എഴുതാറുണ്ട്. പക്ഷെ ഒരു മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അതാണ് രസം. അദ്ദേഹത്തിന്റെ
വായിക്കാൻ പഠിച്ചു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ 3-4 പുസ്തകങ്ങൾ ഇദ്ദേഹത്തെ വായിച്ചു. ഈ പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല, വായിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ പുസ്തകം നമ്മുടെ കുട്ടികളെ കൂടി വായിക്കാൻ പഠിപ്പിച്ചാൽ, പത്രം വായിക്കാൻ പഠിപ്പിച്ചാൽ, ഇന്ന് പത്രം വായിക്കുന്നവർ ആരാ വായിക്കുന്നത്? എല്ലാ വീട്ടിലും പത്രം വരുന്നുണ്ട്. ആരാ വായിക്കുന്നത്? അപ്പൊ വായനാശീലം വളർത്തിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി പ്രിയപ്പെട്ട എഴുത്തുകാരൻ അവരുടെ കഥകളിലൂടെയും കവിതകളിലൂടെയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ കഴിയട്ടെ. എന്നൊക്കെ രമേശൊക്കെ കഴിയും. നല്ല കവിതകൾ എഴുതാറുണ്ട്. നമ്മുടെ കൊച്ചു കവി അവതരിപ്പുണ്ട്, എന്താ ശ്രീദേവി, അങ്ങനെ ഇവരൊക്കെ കവിതകളൊക്കെ എഴുത്തുകാരാണ്. അപ്പൊ നിങ്ങളാണ് വായനക്കാരെ, പുസ്തകം വായനക്കാരുടെ കയ്യിൽ എഴുതാൻ താല്പര്യമില്ലാതെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വായനക്കാരെ എത്തിക്കാൻ കഴിയണം. അതിനെന്താണ് മാർഗമെന്ന് നമ്മൾ കേൾപ്പിക്കണം, എഴുത്തുകാരെ കേൾപ്പിക്കണം. അക്ഷരങ്ങളിലൂടെ, അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അല്ലേ? അക്ഷരം ഒരിക്കലും നശിക്കാത്ത, ലെറ്റർ എന്ന വാക്കിന് അക്ഷരം വരത്തില്ല അർത്ഥം. പക്ഷെ അക്ഷരം സംസ്കൃതത്തിലൊന്നും ഇംഗ്ലീഷിൽ പരിവർത്തനം നടത്താൻ പറ്റും. അക്ഷരം ഒരിക്കലും നശിക്കാത്തതാണ് അക്ഷരം. ആ അക്ഷരങ്ങളെ സൂക്ഷിക്കുന്നത് ഇല്ലേ? ഒരു കാലഘട്ടത്തിൽ വരമൊഴിയിലൂടെയായിരുന്നു ഇല്ലേ? ഈ വേദനൊന്നും എഴുതിയിട്ടില്ല, അത് വരമൊഴികളായിരുന്നു. വേദവ്യാസന്റെ സമയത്തോടു കൂടിയാണ്, അത് 1728 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകങ്ങളൊക്കെ ചുമതലകളിലൊക്കെ എഴുതാൻ പറഞ്ഞു. അതിന് വരമൊഴികളായി പകർന്നു വന്ന സാംസ്കാരിക പൈതൃകമാണ്. ഈ പൈതൃകത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈതൃകത്തിന് മാത്രമേ വിശ്വത്തെ ഒന്നായി കൊണ്ടുപോകാൻ കഴിയൂ, വിശ്വശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയൂ. അതുകൊണ്ട് മാത്രമാണ് ഒരു വേദമന്ത്രം കൂടി ഉച്ചരിച്ചുകൊണ്ട് ഈ എഴുത്തുകാരന് ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ നിർത്തുന്ന കൂട്ടത്തിലല്ല, എല്ലാവരും അറിയല്ലേ? കാരണം ഒരു വരി ശേഷം ഒന്നിന് ശേഷം ഒന്ന് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ആത്മീയതയിലേക്ക് തിരിഞ്ഞു, മഹാഭാരതം എഴുതുന്നു, ഭാഗവതം എഴുതുന്നു. എഴുതിയത് ഞാൻ മലയാളത്തിൽ എഴുതി, പിന്നെ പഠിച്ച് പഠിപ്പിക്കുന്നു. അപ്പൊ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഏറ്റവും കൂടുതൽ എഴുതുന്നത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ കഥാകാരനെ അനുഗ്രഹിച്ചുകൊണ്ട് അനേക നോവലുകൾ എഴുതട്ടെ, അനേക വായനക്കാരെ തന്നോടൊപ്പം ചേർക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഞാൻ നിർത്തുന്നു അല്ലേ? വേണമെങ്കിൽ ശാന്തി മന്ത്രമായിട്ട് എത്തിക്കോളൂ. സർവേ ഭവന്തു സുഖിനഃ, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ്ഭവേ. ഋഗ്വേദത്തിലെ മന്ത്രമാണ്. അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന മന്ത്രമാണ്. അതിന് ത്യാഗി പറഞ്ഞ ആളുടെ പോസ്റ്ററാണ്. സർവേ ഭവന്തു സുഖിനഃ. സർവേ മീൻസ് ഞാൻ ഹിന്ദു, ഞാൻ ക്രിസ്ത്യൻ, ഞാൻ മുസൽമാൻ, കീട മക്കോട, എന്താ പറയുന്നത്, പുലി, എലി, പുലി, പൂച്ച, പാറ്റ, ജലജീവികൾ, സസ്യജീവികൾ, മരങ്ങൾ, വൃക്ഷങ്ങൾ എല്ലാം സർവേ ഭവന്തു സുഖിനഃ. സർവവും സുഖിക്കട്ടെ, സർവവും സുഖമായി ജീവിക്കട്ടെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ. പ്രിയ സദസ്യരെ, നമസ്കാരം. ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ സാഹിത്യ സ്ത്രീകൾക്കും എന്റെ ഹൃദയം നന്ദി നമസ്കാരം. പ്രേംജിയുടെ പുതിയ നോവലായ മുദ്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന കൃതിയുടെ പ്രകാശ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാൻ അവസരം ലഭിച്ചത് എനിക്ക് വലിയൊരു സന്തോഷവും അഭിമാനവും നൽകുന്നു. പ്രേംജിയെ കുറിച്ച് പറയുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളിൽ സാഹിത്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനെയാണ് ഞാൻ കാണുന്നത്. നിരവധി ചെറുകഥകളും നോവലുകളും രചിക്കുകയും അവയ്ക്ക് വായനക്കാരുടെ സ്നേഹവും നിരൂപകരുടെ അംഗീകാരവും ഒരുപോലെ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ നേടിയെത്തിയ വിവിധ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്കും കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ പുരസ്കാരം വായനക്കാരുടെ മനസ്സിൽ അദ്ദേഹം നേടുന്ന സ്ഥാനമാണ്. ആ അർത്ഥത്തിൽ പ്രേംരാജ് ഇതിനോടകം തന്നെ ശ്രദ്ധേയമായ സ്ഥാനം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കാഴ്ചപ്പാടുകൾ മനുഷ്യജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും അദ്ദേഹത്തിന്റെ രചനകളിൽ വ്യക്തമായി കാണാൻ കഴിയും. മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന ശീർഷകം തന്നെ കൗതുകമുണർത്തുന്നതാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യ മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം, യന്ത്രങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുന്നു, കാലഘട്ടത്തിൽ മനുഷ്യന്റെ വികാരങ്ങൾക്കും മൂല്യങ്ങൾക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചിന്തകൾക്ക് ഈ പേര് വഴിവെക്കുന്നു. വായനക്കാരെ ചിന്തിക്കുകയും പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും അതൊരു കൃതിയായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഒരു നല്ല പുരസ്കാരം, ഒരു നല്ല പുസ്തകം വായനക്കാരനെ അറിവ് മാത്രമല്ല, അത് നേടിയ ചോദ്യങ്ങൾ, പുതിയ പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരം കൂടി വായനക്കാരിൽ സംക്ഷിപ്തമായി കൊടുക്കുന്നതോടുകൂടി
ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം മഹനീയമാണ്. അങ്ങനെ ഒരു കൃതിയായി ഈ മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇവിടെ സദസ്സിൽ ഉള്ള എല്ലാ നല്ലവരായിട്ടുള്ള പ്രേമികൾക്ക്, അതുപോലെ ഈ നല്ലൊരു അവസരം ഉണ്ടാക്കുന്ന സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേംജിയുടെ പുസ്തക പ്രകാശനമാണ്. 1.5 മണിക്കൂർ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഒരു പുനർജന്മമാണിത്. കാരണം ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയത് ഞാൻ അത്ര പോലും ഞാൻ പിടിച്ചു നിന്നു. അത് പ്രേംജിനെ വിചാരിച്ചിട്ട് മാത്രമാണ്. ഏതായാലും പിന്നെ നമ്മുടെ ഹർഷൻ സാറിന്റെ കൂടെ പോകാമെന്നില്ല ഒരു ധൈര്യമുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഏതായാലും ഇന്നലെ ജൂൺ 19 വായനാ ദിനം ഒക്കെയാണ്. ഇനി ഐവിദാസ് ദിനം വരെ ഇങ്ങനെ വായനയുടെ ഓരോ മേഖലയിലേക്ക് നമ്മൾ പോകുന്നു. ഇന്ന് എനിക്ക് വന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഒരു കൊച്ചു കലാകാരൻ, ഒരു എഴുത്തുകാരനെ കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ എനക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആദരവ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഒന്നുമില്ല എന്റെ മോനെ കൊടുക്കാൻ. ഇനി ഞാൻ ഒരു ആദരവ് മോനെ കൊടുക്കും തീർച്ചയായിട്ടും. പിന്നെ ഇന്നത്തെ ഈ പുസ്തക അവലോകനങ്ങൾ, ആസ്വാദനങ്ങൾ, അതുപോലെ എല്ലാം ആ പിന്നെ നോവലിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു രൂപം പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ എങ്ങനെയായിട്ടും ഞാൻ തീർച്ചയായിട്ടും അത് വായിക്കും. വായിച്ചിട്ട് അതിന്റെ ആസ്വാദന ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഏതായാലും ഞാനൊരു കവിത, ചെറിയ കവിതയാണ്, തട്ടിക്കൂട്ടിയിൽ എഴുതിയതാണ്. വാക്കിന്റെ വില്ല് കുലയ്ക്കാം. അക്ഷരത്തുമ്പിനായി അഗ്നി തൊടുവിച്ചു വാക്കിന്റെ വില്ലു കുലയ്ക്കുന്നു വായന. അക്ഷരത്തുമ്പിനായി അഗ്നി തൊടുവിച്ചു വാക്കിന്റെ വില്ലു കുലയ്ക്കുന്നു വായന. പുസ്തകജ്ഞാനം വെളിച്ചമായി പെയ്യാതെ ലോകം തളിർക്കുന്നു പുത്തൻ പിനാക്കളിൽ. കാലത്തിലൂടെ ശരങ്ങളായി സഞ്ചരിച്ച അജ്ഞാത ലോകങ്ങളിൽ പോയി പതിക്കവേ അന്ധകാലത്തിൽ വികൃതമാം പൊയ്യുകൾ കീറിത്തെളിയുന്നു വിശ്വവിദ്യാലയം. മത്സരം തല്ലിക്കെടുത്തും പ്രകാശങ്ങൾ വിജ്ഞാന സൂര്യന്റെ അന്ത്യം കുറിച്ചിടും. മത്സരം തല്ലിക്കെടുത്തും പ്രകാശങ്ങൾ വിജ്ഞാന സൂര്യന്റെ അന്ത്യം കുറിച്ചിടും. ഭൂഗോളമൊന്നേ നമുക്കുള്ള മാനവർക്കാകാശമൊന്നിൽ തണലും കുളിരുമായി. ഭൂഗോളമൊന്നേ നമുക്കുള്ള മാനവർക്കാകാശമൊന്നിൽ തണലും കുളിരുമായി. 100 ജന്മങ്ങളെ ജീവിച്ചു തീർത്തിടാൻ പ്രാപ്തമാക്കിയിടുന്നു വായനാ നൗകകൾ. വിജ്ഞാനവിത്തുകൾ നീളെ പറത്തുകിൽ യുദ്ധം മരിച്ചിടും വിശ്വം ജയിച്ചിടും. വിജ്ഞാനവിത്തുകൾ നീളെ പറത്തുകിൽ യുദ്ധം മരിച്ചിടും വിശ്വം ജയിച്ചിടും. അക്ഷരത്തുമ്പിനായി അഗ്നി തൊടുവിച്ചു
നന്ദി. എന്റെ പേര് അനൂപ് ചന്ദ്രൻ. ഞാൻ മധ്യകരയാണ് താമസിക്കുന്നത്. ബ്രേജിയുടെ ഒരു അടുത്ത സുഹൃത്താണ്. സംഗീതത്തിലാണ് താല്പര്യം. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല. പക്ഷെ കുറച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു വിഷയമായിരുന്നത് ഇത്. മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ, മന്ത്രവും യന്ത്രവും രണ്ടും തന്ത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് എന്റെ ഗുരു പരമ്പരയും അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നതുകൊണ്ട് അതിനോടൊരു താല്പര്യം തോന്നി. അങ്ങനെയാണ് പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഇതിന്റെ സ്പിരിച്വാലിറ്റി, പുസ്തകത്തിന്റെ ഒരു ജോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പലരും കടന്നു പോവാത്ത, ഉപയോഗിക്കാത്ത ഒരു വിഷയം. ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് സൂര്യ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും എല്ലാം തന്ത്രമാണ്, ശുദ്ധമായ തന്ത്രം. സോ അതെനിക്ക് വളരെ ഇഷ്ടമായി. ഇതിൽ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് പ്രേംജി എങ്ങനെ ഇതിന്റെ റിസർച്ച് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു മായൻ സംസ്കാരം, തന്ത്രം, ഇതിനെല്ലാം കൂടി കൂട്ടിണക്കിക്കൊണ്ട് എങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു വലിയൊരു അത്ഭുതമായി തോന്നി എനിക്ക്. വളരെ നന്നായിരുന്നു അവരുടെ, അദ്ദേഹത്തിന് ആ ഒരു ഭാഷ വളരെ നന്നായിട്ട് തോന്നി. ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇത് ഒരു കാര്യം കൂടി അതിൽ തോന്നിയത് ഗുരുപരമ്പരയുടെ അനുഗ്രഹം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു പൂജ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതും കുറെ ശബ്ദങ്ങൾ ഉണ്ടാകുന്നതും ഇതെല്ലാം കേട്ടിരുന്നു. അതിനകത്ത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സോ അതിനോട് അതെന്റെ ഒരു എക്സ്പീരിയൻസ്. രണ്ടാമത് വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഒരു പ്രചോദനം തന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും എന്റെ മക്കളാണ് വായിക്കാറ്. ഈ ഒരു പുസ്തകം എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഇത് ഞാൻ വായിച്ചത് ഇങ്ങനെയായിരുന്നു. എന്റെ അടുത്ത് മകളും പറഞ്ഞത് പുസ്തകം വായിക്കാൻ അച്ഛനെ കൊണ്ട് പുസ്തകം വായിച്ച പ്രേമണ്ടിലും വെറും മാസമല്ല, മരണമാസമാണെന്ന് പറഞ്ഞു. അവരുടെ സന്തോഷം. പിന്നെ അതുപോലെ അമ്മയുടെയും, എന്റെ അമ്മയും അതുപോലെ ഒരുപാട് ഇപ്പൊ എനിക്ക് അറിയാം. എന്നോട് ആ മോൻ നല്ലൊരു കാര്യമൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങൾ വായിക്കണം, ഈ വായിച്ചു തുടങ്ങണം. എല്ലാ അനുഗ്രഹങ്ങളും പ്രേംജിക്ക് എല്ലാ വിധത്തിലുള്ള പ്രേംജി എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും. താങ്ക് യു. പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കൊറോണ വന്നതോടുകൂടി എന്റെ ശബ്ദം മൊത്തത്തിൽ കൊറോണ കൊണ്ടുപോയി. അതറിയില്ല. ആശംസകൾ അർപ്പിക്കുവാനായി സുകുമാരൻ അഭികരെ. എല്ലാ കലാസ്നേഹികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഡോക്ടർ പ്രേംദാസ് കെ രചിച്ച മന്ത്രിക്കുന്ന യന്ത്രങ്ങൾ എന്ന നോവലിൻ്റെ പ്രകാശനവും അതോടനുബന്ധിച്ചിട്ടുള്ള ചർച്ചയുമാണ് വിഷയം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അദ്ദേഹത്തിന് വേണ്ട പ്രചോദനം നൽകുകയും ചെയ്തു. ഈ അവസരത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ രചനയ്ക്കും അനുമോദനം. ഒരു കാര്യം പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രേംജി ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത്
ഇതൊരു നോവലാക്കി മാറ്റാൻ വേണ്ടി എത്രത്തോളം ഹോംവർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. വളരെയധികം കഷ്ടപ്പെട്ട് വളരെ മനോഹരമായി അദ്ദേഹം ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി ഹോംവർക്ക് ചെയ്ത് ഉന്നത വിജയം നേടുന്നത് പോലെ അദ്ദേഹം ഈ നോവലിനെ മനോഹരമാക്കി എന്ന് പറയുന്നത്. നോവൽ എഴുതുമ്പോൾ കലാകൃത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം ഭംഗിയായ കാര്യം നിർവഹിച്ചു. വായനക്കാരന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു വായനക്കാരൻ വായിക്കുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് വായനക്കാരന്റെ സങ്കല്പം. പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടായി. പക്ഷെ നമ്മുടെ അഭിപ്രായം, നമ്മുടെ സ്വാതന്ത്ര്യം അത് ഉപയോഗിച്ച് നമ്മൾ നോവലിനെ കാണുക. വേറൊരു കാര്യം പറയാനുള്ളത്, വായനാ ദിനം ആരംഭിച്ചുകൊണ്ട് എന്നെ പോലുള്ള ആളുകളെ, കാരണം ഞാൻ ഒരിക്കലും സൂര്യോദയം കാണാറില്ല, സൂര്യാസ്തമയം കാണാറില്ല. രാവിലെ 5 മണിക്ക് പോകും, വൈകുന്നേരം 8 മണിക്ക് തിരിച്ചു വരുന്ന വ്യക്തിയാണ്. എന്നെ പോലും അദ്ദേഹം എനിക്ക് നോവൽ അയച്ചു തന്നു, ഇത് വായിക്കണം, ഇത് വായിച്ച് ഇതിന്റെ സാരാംശം മനസ്സിലാക്കി എന്നോട് പറയണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഞാൻ രാത്രി ഉറക്കമൊഴിച്ച് ഈ നോവൽ മുഴുവൻ വായിച്ചു. വളരെ മനോഹരമായിരിക്കുന്നു. ഉറക്കം കിടത്തി സത്യമായിട്ട് പറയാം, ഉറക്കം കിടത്തി. വളരെ മനോഹരമായിരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല നോവലുകൾ രചിക്കാൻ താങ്കൾക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഉദ്ഘാടന പ്രസംഗം ചെയ്തുകൊണ്ട് സംസാരിച്ച 3 മഹിളകൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല, അവർക്ക് നന്ദി. വളരെ മനോഹരമായി സംസാരിച്ചു. അതുപോലെ ആശംസകൾ അറിയിച്ചതും വളരെ മനോഹരമായി സംസാരിച്ചു. അതുപോലെ തന്നെ പുസ്തകത്തിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചതും വളരെ മനോഹരമായി സംസാരിച്ചു. അവരോടെല്ലാവരും നന്ദി. ഒരു നന്ദിയുള്ള കവിത പാടി അവർക്കും നന്ദി. വളരെ മനോഹരമായിട്ട് പാടി നന്ദി. അതുപോലെ തന്നെ പ്രേംരാജിന്റെ അതിഥിയോട് നമുക്ക് ഹാർഷായി സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹത്തോട് ക്ഷമാപണം ചെയ്യും. നന്ദി, നമസ്കാരം. ഉണ്ടായി. അപ്പോൾ എനിക്ക് മോളുണ്ടായപ്പോൾ ഞാൻ ആദ്യം വലിയ കവിത ചൊല്ലിയാണ് എത്തിയത്. പക്ഷെ ആദ്യം മോളുണ്ടായപ്പോൾ ഓർമ്മ തിങ്കൾക്കിടാവോ എന്ന നമ്മൾ പാരമ്പര്യമായി കേട്ടു വരുന്ന ഒരു കവിത അല്ലാതെ സ്വന്തമായി അവർക്ക് വേണ്ടി ഒരു താരാട്ടുപാട്ട് എഴുതണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കവിതാ രൂപത്തിൽ അവർക്ക് ഞാനത് ചൊല്ലിക്കൊടുക്കുമായിരുന്നു. വളരെ റീസെന്റ് ആയി എൻ്റെ ഒരു ഫ്രണ്ട് അതൊന്ന് ട്യൂൺ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചൊല്ലുവാൻ പോകുന്നത്. താരങ്ങളെ നിങ്ങൾ താരിലേക്ക്
തെല്ലും കാൽപെരുമാറ്റം പടർത്ത വേണ്ട കാൽപെരുമാറ്റം പടർത്ത വേണ്ട നീലാംബരിനെ താരാട്ടു പാടുവാൻ രാഗങ്ങളേവം തിരഞ്ഞു നിൽക്കേ ചേരിൽ പരിഭവം നീരിൽ കലർത്തി കൺപീലിൽ താളം തുടിച്ചു നിൽപ്പൂ താളം തുടിച്ചു നിൽപ്പൂ രണ്ടുപേരും കൂടി പറയാൻ ഞങ്ങൾ ഉറങ്ങിയത്. മന്ത്രിക്ക് യന്ത്രങ്ങൾ എന്ന ഈ നോവൽ ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. നോവൽ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല, എങ്കിലും ഇവിടെ നമ്മുടെ ചർച്ചകളിലൊക്കെ അതിൻ്റെ ഏകദേശ രൂപങ്ങൾ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഈ പുതിയ നോവലിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. എലിറ്റിസ്റ്റ് എന്നൊരു വാക്കുണ്ട്. എലൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ശ്രേഷ്ഠ വിഭാഗം. ശ്രേഷ്ഠ വിഭാഗത്തിന് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടവും അതിന്റെ തുടർച്ചയും ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ ഒരു പ്രവണതയ്ക്ക് പിന്നെയും അടികൾ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പല നോവലുകൾ പിന്നെയും കണ്ടെത്തുകയും പിന്നെയും സ്വന്തം ഒരു പബ്ലിഷിങ്ങിലൂടെ അത് തരികയും ചെയ്യുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ പറയുന്നതിനേക്കാളുടെ പ്രകാശനം ഈ പുസ്തക പ്രകാശനം വഴി സാഹിത്യം മലിനമാക്കപ്പെടുകയാണ്. ശരിക്കും ആ ഒരു വാക്ക് തന്നെ, അങ്ങനത്തെ ഒരു പ്രസ്താവന തന്നെ വളരെ വിഡിതമായ ഒരു പ്രസ്താവന. കാരണം അത്തരം സാഹിത്യ പബ്ലിഷിങ്ങിലൂടെ സാഹിത്യം വളരുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സാഹിത്യത്തിന്റെ ഈ എക്കോസിസ്റ്റം നമുക്ക് സിംബോളിക്കലായിട്ട് ശാസ്ത്രത്തിന്റെ എക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ, ശാസ്ത്രത്തില് ഒരു ഗവേഷണം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉടനെ സ്റ്റൈപ്പൻഡ് എല്ലാ രാജ്യങ്ങളും കൊടുക്കും. ആ ഗവേഷണം വിജയിച്ചുവോ പരാജയപ്പെട്ടുവോ എന്നത് ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ ആയിരക്കണക്കിന് ഈ ഗവേഷണം പരാജയപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന പല നേട്ടങ്ങളും കിട്ടിയിട്ടുള്ളത്. ഇത് എസെൻഷ്യലായ ട്രൂത്താണ്. ഇതുപോലെ തന്നെയാണ് സാഹിത്യത്തിലേക്ക് ഒരു പുസ്തകം കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്. ഇനി കാടെടുത്താലും കാട്ടിലെല്ലാം വലിയ മരങ്ങൾ, ഒറ്റ വൃക്ഷമായി കിടക്കുന്ന പടുകൂട്ടിയ വൃക്ഷങ്ങൾ മാത്രം നമ്മൾ എടുത്ത് കാട് സങ്കല്പിക്കുകയാണെങ്കിൽ അത് കാടല്ല. കാട്ടിൽ വള്ളികളുണ്ടാവും, ചെറുവൃക്ഷങ്ങളുണ്ടാവും, പടർപ്പുകളുണ്ടാവും, പലതും ഉണ്ടാവും. ഈ പടർപ്പിനകത്തേക്കാണ് മരങ്ങൾ പോലെ വലിയ വൃക്ഷങ്ങൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് സാഹിത്യം. സാഹിത്യത്തില് എന്നും ഉയർന്നു നിൽക്കുന്ന ചില നോവലുകളും ചില കഥാപാത്രങ്ങളും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പഴകിയ നമ്മൾ കേട്ട മലയാളത്തിലെ ഒരുപാട് വ്യക്തിത്വങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഇടയിലേക്ക് ഇത്തരം കഥകളും പിന്നെ ഈ ജനകീയമായ നോവലുകളും ഒക്കെ വന്നാൽ മാത്രമേ അതുപോലും നിലനിൽക്കുകയുള്ളൂ. സാഹിത്യത്തിൽ എല്ലാവരും ഉയർന്ന വായനയോ അല്ലെങ്കിൽ വലിയ വായനക്കാരോ അല്ല. ഒരു 10%, 5% ആ വിഭാഗത്തിൽ ഉണ്ടാവും. ആ വിഭാഗത്തിലേക്ക് എത്തിക്കുന്നത് തന്നെ, ഞാൻ ചെറുപ്പകാലത്ത് ബാലരമ വായിച്ചാണ് വളർന്നത്. ഇന്നും ബാലരമ വായിക്കുന്നു. ബാലരമയ്ക്ക് പുറമെ അന്ന് ചെറിയ ചെറിയ നോവലുകൾ ഉണ്ടാകുമായിരുന്നു. 30 rupees ഒരുപാട്. പിന്നെ അതിന് പ്രസിദ്ധീകരണമൊന്നും വലിയ ഇതല്ല, ആരെങ്കിലും പ്രസിദ്ധീകരിക്കുന്ന ചെറിയ നോവലുകൾ. അത്തരം നോവലുകൾ വായിച്ചാണ് സീരിയസ് ആയ വായനയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് തന്നെയാണ് എല്ലാവരുടെയും സീരിയസ് ആയ വായനയിലേക്കുള്ള വഴിയും. ഈ ഒരു വഴി തുറക്കുന്നത് ഇത്തരം ഈ പുസ്തകങ്ങളും ഇത്തരം നോവലുകളുമാണ്. ആർക്കും മന്ത്രത്തിനോടും ഇതിന്റെ തീം തന്നെ, മന്ത്രത്തിനോടും മാജിക്കിനോടൊക്കെ പൊതുവെ പറയാറുണ്ട്. ദൈവത്തിനും ദൈവവിശ്വാസത്തിനും അത്ര വലിയ കാര്യമില്ല, പക്ഷെ അത്ഭുതത്തിൽ വലിയ വിശ്വാസം. അത്ഭുതപ്പെട്ടത് തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഈ ഒരു ഇത്തരം തീമുകൾ എടുത്തുകൊണ്ടുപോകുന്ന നോവൽ എഴുതുക, അതിനെ ജനകീയമാക്കുക, എന്നിട്ട് വായനയിലേക്ക് തന്റെ ഇത് പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അദ്ദേഹം പല വേദികളിൽ നിന്നും കേട്ടിട്ടുണ്ടാവും ഈ എന്തിനാണ് ഇത്ര നോവൽ എഴുതുന്നത്. എന്റെ ഒരു ആശംസ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 100 നോവലുകൾ എഴുതാൻ
മലയാളത്തിൽ ഇനിയും ഇനിയും മുതൽക്കൂട്ട് തരുമാറാകട്ടെ. ഒരു വാക്കുകൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം. പണ്ട് ജനസംഖ്യ നോവലുകൾ കൂടുന്നു, കവികളെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ 2.5 കോടി ഉണ്ടായിരുന്ന ജനങ്ങൾ ഇന്ന് 3.5 കോടി. ഇനിയിപ്പോ അടുത്ത സെൻസസിൽ 4 കോടിയാവും. ഇവർക്കൊക്കെ വായിക്കാൻ പുസ്തകങ്ങളാണ് ഇപ്പൊ കൂടണ്ടേ. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാൽ എന്ത് കിട്ടുന്ന പറയുന്നത്. അപ്പം അത്തരം പുസ്തകങ്ങൾ ഇനിയും ഇനിയും അദ്ദേഹത്തിന് എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി എല്ലാവർക്കും. ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്തിച്ചത്. പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അത് എങ്ങനെയാണെന്നല്ല, ഇപ്പം ഇവര് പറഞ്ഞ പോലെ തന്നെയാണ്. ഇതാണ് ഒരു എനർജി. ഇത് പുസ്തകം എഴുതാനുള്ള ഒരു ഉത്തേജനം അത് തന്നെയാണ്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വരാതിരിക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും അവർ വരാതിരുന്നതുകൊണ്ട് ഞാൻ എഴുത്തു നിൽക്കുന്നുണ്ട്. അതൊന്നും ഞാൻ തോന്നുന്നില്ല അല്ലേ. അതുണ്ടാവും. കാരണം ഞാൻ അവരെ കണ്ടിട്ടല്ല ഞാൻ എഴുത്ത് തുടങ്ങിയത്. ഞാൻ എന്നെ മാത്രം കണ്ടിട്ടാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത്. അത് ഒരു വല്ലാത്തൊരു ബിസിനസ്സിൽ നിന്നും ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ 3 അക്ഷരം എന്നുള്ളത്. ആ 3 അക്ഷരം എന്നുള്ളതിന് ഒരു വഴികാട്ടിയെ കാട്ടിയ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് പോയി. എന്റെ കസിൻ തന്നെയാണ് ദേവേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. അയാൾ പല ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് എന്റെ പുസ്തകത്തെ കുറിച്ച്. ഈയിടെ എഴുതിയ ഈ പുസ്തകത്തിന്റെ ചെറിയൊരു റിവ്യൂവരും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞാണ് അക്ഷരമണ്ഡലം 3 അക്ഷരങ്ങൾ എനിക്ക് കാണിച്ചു തന്നതിൽ ഒരാളാണ്. അതുകൊണ്ട് ഇവിടെയുള്ള സോക്കോൾ എഴുത്തുകാർ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, ഞാൻ സത്യമായിട്ടും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വിജയിക്കേണ്ട ആവശ്യമുണ്ടല്ല, നിങ്ങൾ വളരില്ല എന്നുള്ളത് ഒരിക്കലുമില്ല. അതൊരു മിഥ്യാധാരണയാണ്. ഞാൻ ഇല്ലെങ്കിൽ നാളെ എന്താകും, അതൊരു വലിയൊരു വാക്വമാകുമോ എന്നൊരു സംശയം പലർക്കുണ്ടാവും. അത് ഒരു മറ്റേ സംശയമാണ്. ഞാനൊരു കാര്യം പറഞ്ഞില്ല. ഒരാൾക്ക് വില കൂടി ഒരു ഉടുപ്പ് ഒരാൾ സമ്മാനിച്ചു. അയാൾ നല്ല രീതിയിൽ നല്ല ഒരു തരക്കേടില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യനായിരുന്നു. അയാൾ വില കൂടി ഒരു ഗൗൺ സമ്മാനിച്ചു, നല്ല ഉടുപ്പ്. അപ്പൊ അതിനുശേഷം ഞാൻ ഇട്ട ഗൗണും അവിടെ ഇരിക്കുന്ന ചെയറും അത് മാച്ച് ആവുന്നില്ല. ഇത് വളരെ വില കൂടിയത്, അത് വളരെ വില കുറഞ്ഞത്. അങ്ങനെ അയാൾ പലതും കമ്പയർ ചെയ്യാൻ തുടങ്ങി. അയാളുടെ വീട്ടിലെ അയാളുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളുമായി കമ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അയാൾ മനസ്സിലാവുന്നതെല്ലാം ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ വളരെ വില കൂടിയതാണ്, പക്ഷെങ്കിൽ അതെല്ലാം വളരെ ചീപ്പാണ്, താഴ്ന്ന നിലയിലുള്ളതാണെന്നുള്ള ബോധം വരാൻ തുടങ്ങിയും അയാൾ ഓരോന്നോരോന്നായി വിൽക്കാൻ തുടങ്ങി, കൊടുത്തു ഒഴിവാക്കാൻ തുടങ്ങി. കാരണം എന്റെ കയ്യിലിരിക്കുന്ന ഉടുപ്പിനോളം അത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അയാളെല്ലാം അവസാനം വിറ്റു തുടച്ചു. അവരുടെ ഉടുപ്പുണ്ട്. ആ ഉടുപ്പാണ് നമ്മളിൽ ഓരോരാളുടെയും അഹങ്കാരം. ആ ഉടുപ്പ് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ കാണില്ല. ഇവിടെ ഇരിക്കുന്ന സോപ്പാട് റൈറ്റേഴ്സ് ചില സമയത്ത് മേലെ ഇരിക്കുമായിരിക്കും. അവരൊന്ന് താഴോട്ട് നോക്കുക. താഴോട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരുപാട് വളരാൻ കൊതിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ കാണാതിരിക്കുക എന്നതാണ് അവർക്കൊരു സുഖം. ആ സുഖം അവർക്ക് ഒരുപക്ഷെ നമ്മുടെ നാളെ അറിയായിരിക്കും, പക്ഷെ അവർക്കൊരു സുഖമായിരിക്കും. പക്ഷെ കൈകൊണ്ട് പുറത്തേക്ക് ഇട്ടിട്ട് അല്ലെ, 2 കൈകൊണ്ട് വെളിയിലിട്ടിട്ട് നമ്മൾ സവാള കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആളുകളൊക്കെ എവിടെയുണ്ട്.
അല്ല വെറും ആശാനം മതി. ആ ഗ്രേറ്റ് ഒന്നും വേണ്ട. ഗ്രേറ്റ് ഇവിടെയുള്ള ആൾക്കാർ ഉണ്ട്. ഇവിടെ നമ്മളെ ഇന്ത്യയിലുണ്ട് ഗ്രേറ്റ്. ഓക്കെ, അത് വേണ്ട. ഓക്കെ, അതുപോലെ അതുപോലെ ആൾക്കാർ നമുക്ക് കുറെ വെളിച്ചം കാണിച്ചു തന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കാണാതിരിക്കും. അതുപോലെ ബാംഗ്ലൂരിന്റെ ഞാനിപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിന്റെ മണ്ണും ഓക്സിജനും എല്ലാം ശ്വസിച്ചിട്ട് ബാംഗ്ലൂരിലെ ആളെ കാണാതിരിക്കരുത്. നമ്മളിവിടെ കാണുന്നില്ല. നമ്മളിവിടെ നമ്മുടെ കൂടെയുള്ള ആളുകൾ കാണുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. വെളിയിൽ ഒരാളെ കൊണ്ടുവന്നത് നിങ്ങൾ സനാതനം പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കൂടെ ഒരാൾ സനാതനം പഠിച്ചിരിക്കുന്ന സനാതന ധർമ്മം അറിയുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യത്വം അറിയുന്ന ഒരാളുണ്ട്, നമ്മുടെ സൗഹൃദം അറിയുന്ന ഒരാളുടെ കൂടെയുണ്ട് എന്നറിയുക. അല്ലാതെ നിങ്ങൾ സനാതന ധർമ്മം മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കൂടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കിക്കുക. കൂടെ ഇരിക്കുന്നവരുടെ സാഹോദര്യം അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗീതയിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഗീതയിൽ പറയുന്നതിന് അത് തന്നെയാണ്. ഞാൻ അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്, അക്ഷരങ്ങൾ വായിക്കാൻ തുടങ്ങിയത്, അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങിയതിന്റെ ഒരു പ്രധാന കാരണം ഭഗവത്ഗീത തന്നെയാണ്. അതിലെ ഇംഗ്ലീഷ് പഠിപ്പ് വായിച്ചു തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇംഗ്ലീഷിലേക്ക് കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയത്. അത് എങ്ങനെയാണ് എന്റെ സബ്ജക്ട്, എന്റെ വിഷയം മാനേജ്മെന്റാണ്, MBA. അപ്പൊ മാനേജ്മെന്റിലേക്ക് ഈ ഭഗവത്ഗീത എങ്ങനെ അഡോപ്റ്റ് ചെയ്യാമെന്നതായിരുന്നു എന്റെ ഒരു ചിന്തയുടെ ഒരു പാതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം അതിൽ മാനേജ്മെന്റാണ്. പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ പലരും ഗീത കണ്ടിട്ട്, ഗീതയിലെ വാക്കുകൾ കണ്ടിട്ട് പറഞ്ഞു കാണും അതിൽ മാനേജ്മെന്റിന്റെ ഒരുപാട് തത്വങ്ങളുണ്ട്. ചാണക്യൻ പറഞ്ഞത് അത് തന്നെയാണ്. ചാണക്യൻ പറഞ്ഞതാണ്, നിങ്ങളെ ബഹുമാനിക്കാത്തടത്ത് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞതാണ്. അത് ഞാൻ പാലിക്കാറുണ്ട്. നമ്മുടെ വിലതരാത്തവരൊക്കെ പോകരുത്, പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയാൽ ഇല്ലെങ്കിൽ അവർക്കൊന്നുമില്ല. ഞാനിപ്പോ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഞാൻ നിന്നെങ്കിൽ എന്താകും, ഒന്നും ആയില്ല. അതുപോലെ തന്നെ അത് തന്നെയാണ് ചാണക്യൻ വേറൊരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് പലരും ഉന്നതങ്ങളിൽ എത്തുന്നവർ നമ്മൾ താഴേക്കിടയിലും ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, താഴേക്കിടയിലും ആണുകളുണ്ട് എന്നറിയുന്നത്. അങ്ങനെ അതുകൊണ്ടായിരിക്കും എന്റെ കഥകളിൽ അത്തരം വിഷയങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഇന്ന് പ്രകാശനം ചെയ്ത പുസ്തകങ്ങളിൽ എന്റെ പുസ്തകം ആദ്യം ഓർഡർ ചെയ്ത ഒരാളാണ് അജിത് കോളത്ത്. അത് വേറൊരു സത്യമാണ്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ സുരക്ഷിച്ച് പറഞ്ഞ പോലെ നമ്മൾ അറിയാത്ത ഒരാള്, നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാത്ത ആൾക്കാർ, ഈ ശിഖണ്ഡികൾ കളിക്കുന്ന, നമ്മൾ ഡിസ്കാർഡ് ചെയ്തിരിക്കുന്ന, അകറ്റി നിർത്തുന്ന ആൾക്കാർ, അവരുടെ ശക്തി എന്താണ്, അത് എനിക്ക് ആ ശക്തിയെ എനിക്ക് ഈ നോവൽ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ശിഖണ്ഡികൾ ഇതിൽ വന്നത് തന്നെ. ഇതിലെ സഹോദരങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ചേട്ടനാണ്, എങ്കിലും അവർ തമ്മിലെ കോൺഫ്ലിക്റ്റ് എന്നിട്ട് അവർ വേറെ സഹോദരിയുണ്ട്. അത് വളരെ അകന്നു പോയിരിക്കുന്ന സഹോദരിയാണ്. അത് നമ്മൾ തുറന്നു കാട്ടാനുള്ള ഒരു അറ്റംപ്റ്റ് ചാനൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ എന്നിരുന്നാലും ആ കുടുംബത്തോട് നിൽക്കുന്ന സൂര്യനെ ഞാൻ വരച്ചു കാട്ടിയത് നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ വെച്ചത്. അതൊരു സഹോദരൻ മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ മൂത്ത പുത്രൻ മാത്രമായിരിക്കില്ല. അല്ല, നമ്മുടെ കൂടെയുള്ളവർ പലരുമാണ്. നമ്മൾ കാണാതെ പോകും. നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ എന്റെ കൂടെ എന്റെ ഈ പുസ്തകത്തിൽ സഹകരിച്ച ഷൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സലീം ആയിക്കോട്ടെ, ചില കാര്യങ്ങളിൽ എനിക്ക് സഹായം, എനിക്കൊരു സപ്പോർട്ട്, സഹായം ഞാൻ ചോദിക്കുന്ന സഹായം ഫൈനാൻഷ്യൽ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല, നമ്മുടെ സഹായം എപ്പോഴും ഒരു സപ്പോർട്ട്. ഇപ്പം രമേശിക്ക് ഒരു വീട് ആവശ്യമെന്ന് അവർ ഞാൻ വീട് എടുക്കുന്നു, അതൊരു എന്താണ്, അതൊരു സഹോദരൻ തന്നെയാണ് അത്. അതുപോലെ സപ്പോർട്ട് ചെയ്തത് ഈ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ സഹായിച്ച ഷൈനി ഒരാവശ്യമില്ലാതെ ഞാൻ ഷൈനിക്ക് സബ്ജക്റ്റ് അറിയില്ലായിരുന്നു. എന്നിട്ടാണ് ഷൈനി അതിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൈനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത് വേണ്ടാത്തത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നതായിരുന്നു. ശരിയാണ്, എന്റെ എഴുത്തിൽ ഞാനാണ് എഴുതുന്നത്, നിങ്ങളല്ല എഴുതുന്നത്. എനിക്ക് എന്താണ് എഴുതുന്നത്, ഞാനായിരിക്കണം അത് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് നീ ഇതുകൂടി ചേർക്കണം എന്ന് പറഞ്ഞ് ചേർക്കാൻ ഞാൻ ഒരു പക്ഷേ സന്നദ്ധനാവില്ല, ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് എന്റെ എഴുത്താണ്. അതുപോലെ നിങ്ങളുടെ സംഗീതമാണ്. നിങ്ങളുടെ സംഗീതത്തിൽ ഒരു സാ കൂട്ടുകാരൻ, ഒരു പാ കൂട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യോ? ഇല്ല. ഒരു തലവേദന കൂട്ടാൻ അല്ലെങ്കിൽ ബദലത്തിൽ കൂട്ടാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതുപോലെ ഓരോ എഴുതിലും ഇപ്പൊ നമ്മുടെ ഹർഷൻ സാറിനോട് ഒരു തമാശ ഞാൻ പറയുന്നു. ആ തമാശ ഹർഷൻ സാറ് ആ രീതിയിലായിരിക്കില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ രീതിയിൽ വേറൊരു രീതിയിലായിരിക്കില്ല. അപ്പൊ ഓരോരാൾക്ക് ഓരോരോ സ്റ്റൈലും രീതിയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു പാലക്കാർ
എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു നല്ലത് പറയാൻ നല്ലത് പറയാം. നമ്മുടെ ജവാൻ സാറ് ജവാൻ സാർ പറഞ്ഞത് നമുക്ക് അറിയായിരുന്നു. ഒരു മിഷൻ ഫെയിലായ സമയത്ത് കലാം സാർ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കുറ്റം ബ്ലെയിം നമ്മുടെ നേരിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയേണ്ട കുറ്റമാണെങ്കിൽ നിങ്ങൾ സ്വകാര്യമായിട്ട് വിളിച്ചു പറയും, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ചെയ്യാം. ചീത്ത പറയുകയാണെങ്കിൽ വിളിച്ചുകൊണ്ടേക്ക് പറയാം. ഒരു സിനിമയില് നമ്മുടെ സലിംകുമാർ വിളിച്ചിട്ട് പൊട്ടിക്കുന്നില്ല, പൊട്ടിക്കുന്നില്ല, അതുപോലെ വിളിച്ചു സ്വകാര്യ പൊട്ടിക്കുക, ആരും പറയില്ല, ആരും എതിർക്കൂല, സന്തോഷമായി, രണ്ടുപേരും സന്തോഷം, ഞാൻ കൊടുത്തത് സന്തോഷം, അവർ കിട്ടിയത് സന്തോഷമായില്ലേ. അതുപോലെ നമ്മൾ എഴുതുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എഴുതുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി എഴുതുക, ഞാനൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ് എന്ന രീതിയിൽ എഴുതുക. ഞാനൊരു കവർ ഡിസൈൻ ചെയ്യുന്നത് ഞാനൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ് ഡിസൈൻ ചെയ്യുന്നത് അറിയണം. അപ്പൊ സിറ്റിസൺ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലതുണ്ടാവാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഡിസൈൻ ചെയ്താൽ അപ്രീസിയേഷൻ ഉണ്ടായി, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഞാൻ തെറ്റല്ല ചെയ്തത്, ഞാൻ നല്ലതാണ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു പുസ്തകത്തിന്റെ കവർ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ സ്വകാര്യ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു കവർ പ്രിന്റ് ചെയ്ത് പബ്ലിസിറ്റി നേടുന്നതല്ല അതിലെ വിജയം. അല്ലെങ്കിൽ ഭാരതത്തിലെ നമ്മൾ തനതായ ധർമ്മവും തനതായ സംസ്കാരവും വികൃതമാക്കിക്കൊണ്ട് എഴുതുന്നതല്ല ഒരു പുസ്തകം. അത് എഴുതട്ടെ, അത് എഴുതിക്കോട്ടെ, എന്നിട്ട് അത് മഹത്തായ കൃതിയാണ് എന്ന് പറയരുത്. അത് മഹത്തായ കൃതിയാണെന്ന് പറയാൻ ഒരുപാടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ എഴുതുന്നത് നല്ലതാണോ, നാളത്തെ തലമുറയ്ക്ക് ഇത് കൊള്ളാവുന്നതാണോ, അല്ലാതെ സരസ്വതി ദേവിയുടെയോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെയോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വികൃതമായ ചിത്രം വരച്ച് കൈയടി നേടുന്നതല്ല ഒരു മഹത്തായ കല. നമ്മൾ നേടുന്ന ഒരു സമൂഹത്തിന് നല്ലതായിരിക്കും, സമൂഹത്തിന് നല്ലത് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നാളത്തെ കുട്ടികൾ അത് കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകും. അപ്പൊ നമ്മുടെ എഴുത്തുകൾ നല്ലതിലേക്ക് ആയിരിക്കട്ടെ, നല്ലത് എഴുതുക എന്നതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അത് പാട്ടിലായാലും ശരി, ഏത് സംഗീതമായാലും ശരി. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇതുപോലെ ഒന്നും പറയാതെ ഇതിന് ആങ്കറും ഹോസ്റ്റും അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥന ചൊല്ലാൻ ഗീത ചേച്ചിയും രഞ്ജിനിയും നമ്മളെപ്പോഴും കൂടി ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അതുപോലെ ഞാൻ ഓരോ ആളുടെ പേരും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മുടെ സമൂഹത്തിൽ ചില സമയത്ത് കാണാത്ത ചിലവരുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടും നടിക്കാത്ത ചിലവരുണ്ട്. നമ്മൾ അവരെ ഒരു കൈ കൊടുത്ത് സഹായിച്ചാൽ മതി. അവർ നാളെ പലതും ആവാം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ മികച്ച ജോലി നേടാം, അല്ലെങ്കിൽ മികച്ച കലാകാരനാവും. നമ്മൾ കൈ കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഒരു കാലം കൊണ്ട് ചവിട്ടുകയല്ല ചെയ്തത്. അപ്പൊ തീർച്ചയായും അവർ സമൂഹത്തിൽ വളരുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അവർ നാളെ മുന്നോട്ട് തന്നെ മേലെ തലത്തിൽ തന്നെ കാണാൻ നമ്മൾ താഴോട്ട് അവരെ ചവിട്ടി നിന്നത്, അവർ ചവിട്ടി താഴ്ത്തിയതാണ്, അത് നോക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ പലർക്കും ഞാൻ അപ്പോൾ അതിന് പ്രധാന കഥാപാത്രം യന്ത്രം ആദ്യമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഉറുക്ക് നൽകേണ്ടില്ലേ. അപ്പൊ അത് ദേവിയെ ബന്ധമാണ്. പല രക്ഷകളും പല ചിത്രങ്ങളും ദേവി യന്ത്രമൊക്കെ കേട്ടിട്ടാണല്ലോ. അതെല്ലാം ദേവി എന്നാണ് നമ്മുടെ റെപ്രസെന്റ്. ആ ദേവിയിലൂടെ നമ്മൾക്ക് മഹാദേവൻ ഒറ്റ ദൈവമായ ശിവനിൽ എത്താമെന്നാണ് നമ്മൾ പറയുന്നത്. ഒറ്റ ദൈവമാണെങ്കിൽ അത് ശിവനാണ് എല്ലാ യൂണിവേഴ്സിറ്റിന്റെ സുപ്രീം. ആ സുപ്രീമിലേക്ക് എത്താനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് നമ്മൾ എപ്പോഴും കാണുന്നത് ഭഗവാന്റെ വിശിഷ്ടായ ദേവിയുടെ നമ്മൾ എത്താമെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ദേവി സങ്കല്പം ഉള്ളതുകൊണ്ടാണ് സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ കൂടുതൽ ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് അതൊരു വിഷയം. എന്റെ എഴുത്തുകളിൽ പലപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങളെ കൂടുതൽ കാണാം. കുട്ടികളെയും സ്ത്രീകളെയും എന്റെ എഴുത്തുകളിൽ കാണാം. പിന്നെ ഈ പറഞ്ഞ ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകൾ എന്നെ ഒരു സഹോദരനായിട്ട്, ഒരു നല്ല സഹോദരനായിട്ട്, ഒരു വൃത്തിയുള്ള സഹോദരനായിട്ട് അവരെന്നെ അതുകൊണ്ട് എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. ഇപ്പോഴുള്ളവർക്ക് എല്ലാവർക്കും
എല്ലാവരും